നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നോക്കുന്നത് നമ്മുടെ എക്കണോമിക്സ് തന്നെയാണ്. അപ്പോൾ ആദ്യമായിട്ട് ക്ലാസ് കാണുന്നവർ എന്ത് ചെയ്യുക, ഡേ 1 ഡേ 2 കൃത്യമായിട്ട് കണ്ടു വരിക കേട്ടോ. അതിനുശേഷം മാത്രം ഈ ക്ലാസ് കാണാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഓരോ ഓർഡറിലാണ് പഠിച്ചു വരുന്നത്. ഇപ്പൊ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് 10ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്ക് അല്ലെ, 10ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ സോഷ്യൽ സയൻസിലെ എക്കണോമിക്സ് എന്ന ഭാഗത്തു നിന്നുള്ള ചാപ്റ്റർ ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ്. ഇതിനോടകം തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി വരാൻ പോകുന്ന പരീക്ഷയിലൊക്കെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, പഠിക്കുക. എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ അധികം ഓവർലോഡ് ആയിട്ടൊന്നും നിങ്ങൾക്ക് പഠിക്കാൻ തരുന്നില്ല. അപ്പൊ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, ഓരോ ദിവസം തരുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ റിവിഷൻ വെച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അറിയാത്ത പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഷോർട്ട് നോട്ടൊക്കെ എഴുതിയിട്ട് അത് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ പഠനം പഠിച്ച കാര്യങ്ങളൊക്കെ ഉറപ്പിച്ച് നിർത്തുക. ഓക്കെ, അതായത് നമ്മൾ ഇപ്പൊ പഠിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസമൊക്കെ നിങ്ങളുടെ മെമ്മറിയിൽ ഉണ്ടാവുള്ളൂ. കൃത്യമായിട്ട് റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊക്കെ മറന്നു പോകും. പിന്നെ വീണ്ടും നമുക്ക് ഒന്നൊന്ന് പഠിക്കേണ്ടതായിട്ട് വരും. അപ്പൊ എപ്പോഴും നിങ്ങളോട് പറയുന്ന പോലെ തന്നെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് റിവിഷൻ വെച്ചുകൊണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം ക്ലാസ്സുകൾ ഇഷ്ടമാവുകയൊക്കെ ആണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ റെസ്പോൺസിനനുസരിച്ചിട്ടായിരിക്കും ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളൊക്കെ വരിക. ഓക്കെ, അപ്പം മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങളുടെ റെസ്പോൺസ് അടയാളപ്പെടുത്തുക. അപ്പൊ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് റിവിഷനിൽ വരാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് അല്ലെ, ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട്, അതായത് നമ്മുടെ ബാങ്കിന്റെ പ്രധാന ഫംഗ്ഷൻസ്, RBI യുടെ ഫംഗ്ഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ടേം ആണ് ഏത്, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് അല്ലെ. എന്തായിരുന്നു കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാല്, ഓർമ്മയുണ്ടോ? എന്തായിരുന്നു അത്? കൺസ്യൂമർ അഥവാ ഉപഭോക്തൃ വില സൂചിക എന്ന് പറഞ്ഞത് എന്തിനെയായിരുന്നു? പണപ്പെരുപ്പം അല്ലെ. പണപ്പെരുപ്പവുമായി ബന്ധപ്പെട്ട ഒരു ടേം ആണ്. അതായത് ഇന്ത്യയിൽ പണപ്പെരുപ്പം കണക്കാക്കുന്ന ഒരു ഇൻഡെക്സ് ആണ് ഏത്, ഉപഭോക്തൃ വില സൂചിക എന്ന് പറയുന്നത് അല്ലെ. അതാരാണ് തയ്യാറാക്കുന്നത്? മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ആണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് വീണ്ടും റിവൈസിൽ കൊണ്ടുവരുന്നത്. നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. ഇതൊക്കെ ചോദിക്കാൻ, ഒബ്ജക്റ്റീവ് ആയിട്ട് തന്നെ ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതുപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, കോയിനേജ് ആക്ടിനെ പറ്റിയിട്ട്. ഏതൊക്കെ വർഷങ്ങളായിരുന്നു? 1906 അതുപോലെ തന്നെ 2011 അല്ലെ. ഈ 2 വർഷങ്ങളിലാണ് നമ്മുടെ കോയിനേജ് ആക്ട് വന്നിട്ടുണ്ടായിരുന്നത്. ആ കാര്യം അവിടെ ഓർത്തു വെക്കണം. അതിനുശേഷം നമ്മൾ പഠിച്ചത് നമ്മുടെ M1 M2 M3 M4 ആയിരുന്നു അല്ലെ. അതായത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ പണത്തിന്റെ അളവ് അത് കണക്കാക്കുന്ന രീതി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. M1 അതുപോലെ തന്നെ M2 M3 M4 അല്ലെ. M1 മുതൽ M4 വരെയാണ് ഉള്ളത്. ഇത് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഇത് മിക്കവാറും ചോദിക്കാൻ, അല്ലെങ്കിൽ പല ആളുകളും സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എന്ത് ചെയ്യണം, സ്കിപ്പ് ചെയ്യാതെ ആ ഒരു ക്വസ്റ്റ്യന് അറ്റൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു മാർക്കെങ്കിലും ഒരു മാർക്ക് കൂടുതൽ കിട്ടുന്നത് അല്ലെ. പല ആൾക്കാരും വിട്ടുപോകുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മളുടെ റാങ്ക് എന്തിലോട്ട് എത്തുന്നത്, മുന്നിലോട്ട് എത്തുന്നത്. അപ്പൊ എപ്പോഴും എന്താണ്, പഠിക്കാൻ പ്രയാസമുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. M1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? M1 അല്ലെ, 1 ഒന്നാമത്തെ കാര്യമാണ്. അപ്പൊ നമ്മൾ ആലോചിക്കണം, ജനങ്ങളുടെ കയ്യിലുള്ള പണമാണ്. അതായത് പൊതുജനങ്ങളുടെ കൈവശമുള്ള നാണയങ്ങളും കറൻസികളും അല്ലെ, അതായത് മൊത്തമുള്ള പണം. അതുപോലെ തന്നെ അതിന്റെ കൂടെ എന്താണ് ആഡ് ചെയ്യുന്നത്? വാണിജ്യ ബാങ്കുകളിലുള്ള സമ്പാദ്യ നിക്ഷേപവും. ഇതും കൂടി ചെല്ലുമ്പോഴാണ് എന്തായി വരുന്നത്, M1 ആയിട്ട് വരുന്നത്. M2 ആണെങ്കിലോ, ഈ M1നോട് കൂടിയിട്ട് പോസ്റ്റ് ഓഫീസ് സേവിംഗ് ബാങ്കുകളിലെ സമ്പാദ്യ നിക്ഷേപം കൂടി ആഡ് ചെയ്യുമ്പോഴാണ് M2 വരുന്നത് അല്ലെ. അതുപോലെ തന്നെ M3 ആണെങ്കിലോ, M3യും ഇതേപോലെ തന്നെ M1നോടാണ് ആഡ് ചെയ്യുന്നത്. എന്താണ് കൂട്ടുന്നത്? വാണിജ്യ ബാങ്കുകളിലെ അറ്റ സ്ഥിര നിക്ഷേപം അല്ലെ. M3 എന്ന് പറയുമ്പോൾ M1നോട് കൂടിയിട്ട് എന്താ കൂട്ടുന്നത്? വാണിജ്യ ബാങ്കുകളിലെ അറ്റ സ്ഥിര നിക്ഷേപം കൂടി ചേർക്കുമ്പോഴാണ് M3 കിട്ടുന്നത്. ഇനി M4 ആണെങ്കിൽ എന്തായിരുന്നു? M4 ആണെങ്കിൽ M3നോടാണ് കൂട്ടുന്നത് അല്ലെ. M3 പ്ലസ് പോസ്റ്റ് ഓഫീസുകളിലെ മൊത്ത നിക്ഷേപം, അതാണ് അതിന്റെ കൂടെ കൂട്ടുന്നത്. അതിൽ നിന്ന് എക്സെപ്റ്റ് ചെയ്തത് ഏതാണ്? നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റുകൾ ഒഴികെയുള്ളതാണ്. അതായത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള സേവിങ്സ് ബാങ്കുകളിലെ സമ്പാദ്യ നിക്ഷേപം ഒഴികെയുള്ളത് എല്ലാം കൂടി ചേരുമ്പോഴാണ് M4 കിട്ടുന്നത്. അതുപോലെ തന്നെ അവിടെ പഠിച്ചതായിരുന്നു നാരോ മണി അല്ലെ. നാരോ മണി എന്ന് പറഞ്ഞാൽ എന്താ? ഇടുങ്ങിയ പണം അല്ലെ. ഇടുങ്ങിയ പണവും ഉണ്ട്, അതുപോലെ തന്നെ വിശാല പണവും അഥവാ ബ്രോഡ് മണിയും ഉണ്ട്. ഈ നാരോ മണിക്ക് ഉദാഹരണം ഏതായിരുന്നു അല്ലെ? ഇടുങ്ങിയത്, വളരെ ചെറുത്, അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പൊ 1ഉം 2ഉം, M1ഉം M2ഉം ആയിരുന്നു ഏത്? നാരോ മണി എന്ന് പറയുന്നത് അല്ലെ. അതുപോലെ തന്നെ M3യും M4ഉം ആണെങ്കിൽ എന്താണ്? വിശാല പണം അഥവാ ബ്രോഡ് മണി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതും കൂടി എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അതിനുശേഷം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, നമ്മൾ ബാങ്ക് റേറ്റ്, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത്
ഏതൊക്കെ ഘട്ടങ്ങളിലാണ് നമ്മുടെ RBI വായ്പകളൊക്കെ നിയന്ത്രിക്കുന്നത്, അത് ഏതൊക്കെ രീതിയിലാണ് നിയന്ത്രിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അവിടെയാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ബാങ്ക് റേറ്റിനെ കുറിച്ചിട്ടും റിപ്പോ റേറ്റിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ റിവേഴ്സ് റിപ്പോ റേറ്റിനെ കുറിച്ചിട്ടും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, നമ്മൾ ഓൾറെഡി ഇതൊക്കെ പറഞ്ഞതാണ്. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്, അതായത് നിലവിലെ ബാങ്ക് റേറ്റ്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് പറയുന്നത്. നിലവിലെ ബാങ്ക് റേറ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. എത്രയാണ് വരുന്നത്? 5.75% ആണ് ഇപ്പൊ നിലവിൽ നമ്മുടെ ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ എന്ത് ചെയ്യണം നിങ്ങൾ പരീക്ഷ ഏത് പരീക്ഷയ്ക്കാണ് നിങ്ങൾ പോകുന്നത് ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നും കൂടി അപ്ഡേറ്റ് ചെയ്യണം. ആ സമയത്ത് എന്തെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അതിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് പഠിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പൊ ഇപ്പൊ നിലവിലെ ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5.75% ആണ്. അതുപോലെ തന്നെ റിപ്പോ റേറ്റ് ആണെങ്കിൽ എത്രയാണ് വരുന്നത്? റിപ്പോ റേറ്റ് വരുന്നത് 5.50 ആണ് കേട്ടോ. 5.50 ആണ് റിപ്പോ റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ റിവേഴ്സ് റിപ്പോ റേറ്റ് ആണെങ്കിൽ വരുന്നത് 3.35% ആണ് അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, റിവേഴ്സ് റിപ്പോ എപ്പോഴും കുറവായിരിക്കും. കാരണം ഇത് ആര് കൊടുക്കുന്നതാണ്? RBI അങ്ങോട്ട് കൊടുക്കുന്നതാണ് അല്ലെ. അതായത് RBIയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ടിന്റെ മുകളിൽ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ആണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ അവർ കുറച്ച് പലിശയെ കൊടുക്കുള്ളൂ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് എത്രയാണ് വരുന്നത്? 3.35% മാത്രമാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് നിലവിൽ. ബാങ്ക് റേറ്റ് ആണെങ്കിൽ 5.75%, റിപ്പോ ആണെങ്കിൽ 5.50% ആണ്. CRR നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. CRR എത്രയായിരുന്നു? 4% ആണ് അല്ലെ. CRR എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു ബാങ്ക് അല്ലെ, ആ ഒരു ബാങ്കിൽ എത്രത്തോളം ഡെപ്പോസിറ്റ് ഉണ്ടോ ആ ഡെപ്പോസിറ്റിന്റെ 4% എവിടെ സേവ് ചെയ്ത് വെക്കണം, എവിടെ റിസർവ് ചെയ്ത് വെക്കണം? നമ്മുടെ RBIയിൽ റിസർവ് ചെയ്ത് വെക്കണം. അതിനെയാണ് എന്ത് പറയുന്നത്? CRR അഥവാ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. അതാണ് എത്രയെന്ന് പറയുന്നത്? 4% എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ കാര്യമൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത്, അടുത്തത് ഇനി ഒരു ബോക്സിൽ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ്. ഈ ബോക്സ് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിന് മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫിസിക്കൽ പോളിസി അതുപോലെ തന്നെ മോണിറ്ററി പോളിസി. ഓക്കെ, എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പഠിച്ചു വെച്ചേക്കണം. എന്താണ് ഫിസിക്കൽ പോളിസി അഥവാ ധനനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ നികുതി ചുമത്തലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് അവർക്ക് ഉണ്ടാവുന്ന ചെലവുകളുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നയം അഥവാ പോളിസികളാണ് എന്ത് പറയുന്നത്? ഫിസിക്കൽ പോളിസി അഥവാ ധനനയം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ധനനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നികുതി, അതായത് നമ്മുടെ രാജ്യത്തിന്റെ നികുതി ചുമത്തലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രാജ്യത്തിന്റെ ചെലവുകളുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഏതിൽ വരിക? ധനനയത്തിൽ വരുന്നത്. എന്നാൽ പണനയം അഥവാ മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ പണത്തിന്റെ അളവ് അതുപോലെ തന്നെ പലിശ നിരക്ക് അതുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ഇത് പണനയം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം ഈ പണനയം ആരുമായി ബന്ധപ്പെട്ടതായിരിക്കും? RBIയുമായി ബന്ധപ്പെട്ടതായിരിക്കും അല്ലെ. ധനനയമാണെങ്കിലോ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കേന്ദ്ര ധനകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ധനനയം എന്ന് പറയുന്നത്. എന്നാൽ മോണിറ്ററി പോളിസി എന്ന് പറയുമ്പോൾ അതേതാണ്? RBIയുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതായത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലെ ആ പണത്തിന്റെ എല്ലാ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്? ആ രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്ക് ആണ് അല്ലെ. അതായത് നമ്മുടെ RBI ആണ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും മാറരുത്. പണനയം അഥവാ മോണിറ്ററി പോളിസി ആരുടേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടേതാണ്? RBIയുടേതാണ് അല്ലെ. അവിടെ എന്തൊക്കെയാ ചെയ്യുന്നത്? പണത്തിന്റെ അളവ്, പലിശ നിരക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നയങ്ങളാണ് അവിടെ കൊണ്ടുവരുന്നത്. അതാണ് പണനയം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത്, അപ്പൊ നമ്മൾ മുന്നേ പഠിച്ചുകൊണ്ട് വന്നത് ഏതായിരുന്നു? നമ്മുടെ RBIയുടെ ഫംഗ്ഷനുകളൊക്കെ ആയിരുന്നു അല്ലെ. അതിലെ മറ്റൊരു ഫംഗ്ഷൻ ആണ് ഏത്? വിദേശ നാണ്യ കരുതൽ ശേഖരത്തിന്റെ സൂക്ഷിപ്പുകാരൻ എന്നൊക്കെ പറയും, അഥവാ കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് അല്ലെ. നമ്മുടെ വിദേശ നാണ്യ ശേഖരമൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത് ആരാണ്? RBI ആണ്. അപ്പൊ അതും മറ്റൊരു RBIയുടെ ഫംഗ്ഷൻ ആണ്, ഒന്ന് ഓർത്ത് വെച്ചേക്കണം. RBIയുടെ മറ്റൊരു ഫംഗ്ഷൻ ആണ് ഏത്? വിദേശ നാണ്യ കരുതൽ ശേഖരത്തിന്റെ സൂക്ഷിപ്പുകാരൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റിപ്പോർട്ടുകളുടെ പ്രസിദ്ധീകരണം ഒക്കെ ആര് നടത്താറുണ്ട്? RBI നടത്താറുണ്ട്. അതായത് പണനയ അല്ലെ, നമ്മൾ പറഞ്ഞു ഇപ്പൊ മോണിറ്ററി പോളിസിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന എന്തെങ്കിലും റിപ്പോർട്ടുകൾ, അതുപോലെ തന്നെ ഉപഭോക്തൃ സർവേകൾ വരാറുണ്ട്, അതുപോലെ തന്നെ RBIയുടെ ബുള്ളറ്റിനുകളൊക്കെ വരാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുന്നത് ആരാണ്? RBI ആണ്. അത് അവരുടെ ഒരു ധർമ്മം അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഫംഗ്ഷനും കൂടി അഡീഷണൽ പഠിക്കണം. ഏതൊക്കെയാണ്? വിദേശ നാണ്യ കരുതൽ ശേഖരത്തിന്റെ സൂക്ഷിപ്പുകാരൻ അഥവാ നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ അതിന്റെ ഒരു കസ്റ്റോഡിയൻ ആയിട്ട് നിൽക്കുന്ന ആളാണ് ആര്? RBI എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ റിപ്പോർട്ടുകളൊക്കെ പ്രസിദ്ധീകരിക്കുന്നതും ആരാണ്? RBI ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് RBIയുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലോട്ട് പോകാണ്.
അതായത് ബാങ്കുകളും ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളെ കുറിച്ചിട്ടാണ് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആണ്. ഇവിടെ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ബാങ്കുകളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളെ കുറിച്ചിട്ടാണ് നോക്കാനുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം ബാങ്കുകളെ കുറിച്ചിട്ട്. അപ്പൊ ബാങ്കുകൾ എന്ന് പറയുമ്പോൾ സാധാരണ നമുക്കറിയാം വാണിജ്യ ബാങ്കുകൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ സഹകരണ ബാങ്കുകളുമാണ് പ്രധാനമായിട്ടും രണ്ട് കാറ്റഗറി ആയിട്ട് വരുന്നത്. ഓക്കെ, ഏതൊക്കെയാണ് നമ്മുടെ വാണിജ്യ ബാങ്കുകൾ എന്ന് പറയുമ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ അല്ലെ, അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ബാങ്കുകൾ വരുന്നുണ്ട്. ഇതാണ് രണ്ട് പ്രധാനമായിട്ടുള്ള കാറ്റഗറി ആയിട്ട് വരുന്നത്. ഇനി ഇവിടെ തന്നെ വാണിജ്യ ബാങ്കുകൾ നോക്കുന്ന സമയത്ത് ഈ വാണിജ്യ ബാങ്കുകളുടെ ഉടമസ്ഥാവകാശം എന്ന് പറയുന്നത് ആർക്കാണ്? അതുമായി ബന്ധപ്പെട്ടുള്ള ഓഹരി ഉടമകൾ അല്ലെ, അവരുടെ ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും അതിന്റെ ഒരു ഉടമസ്ഥാവകാശം വരുന്നത്. എന്നാൽ നമ്മുടെ സഹകരണ ബാങ്കുകളാണെങ്കിലോ ആ സഹകരണ സംഘത്തിലെ അംഗങ്ങൾക്കായിരിക്കും അതിന്റെ ഉടമസ്ഥാവകാശം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഈ കേരള ബാങ്ക് എന്ന് പറയുന്നത് എന്തിന് ഉദാഹരണമാണ്? എന്തിനാണ്? സഹകരണ ബാങ്കിന് ഉദാഹരണമാണ് അല്ലെ. നമുക്കറിയാം കേരള ബാങ്ക് കേരളത്തിൽ സ്വന്തമായിട്ടുണ്ടായിട്ടുള്ള ഒരു ബാങ്ക് ആണ് ഇത് കേരള ബാങ്ക് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ 14 ജില്ലാ സഹകരണ ബാങ്കുകൾ എല്ലാം കൂടി ചേർന്നിട്ട് 14 അല്ല 13 ജില്ലാ സഹകരണ ബാങ്കുകൾ എല്ലാം കൂടി ചേർന്നിട്ടാണ് ഇന്ന് കാണുന്ന കേരള ബാങ്ക് രൂപീകരിച്ചിട്ടുള്ളത്. അപ്പൊ കേരള ബാങ്ക് എന്നൊക്കെ പറയുന്നത് എന്താണ്? സഹകരണ ബാങ്കിന് ഉദാഹരണമാണ്. എന്നാൽ നമ്മുടെ വാണിജ്യ ബാങ്കുകൾ എന്നൊക്കെ പറയുമ്പോൾ ഏതൊക്കെയാ വരിക? നമ്മുടെ ഈ പൊതുമേഖലാ ബാങ്കുകൾ വരുന്നുണ്ട്, പ്രൈവറ്റ് ബാങ്കുകൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ ന്യൂ ജനറേഷൻ ബാങ്കുകൾ വരുന്നുണ്ട്. അതൊക്കെ എന്താണ്? വാണിജ്യ ബാങ്കുകളിൽ വരുന്നതാണ്. അപ്പൊ ഇതാണ് പ്രധാനമായിട്ടുള്ള ഒരു കാറ്റഗറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബാങ്കുകളെ എങ്ങനെയായിട്ടാണ് കാറ്റഗറി ചെയ്തിട്ടുള്ളത്? ഒന്നാമത്തത് വാണിജ്യ ബാങ്കുകളുണ്ട്, അതുപോലെ തന്നെ സഹകരണ ബാങ്കുകളുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് വാണിജ്യ ബാങ്കുകളെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ വാണിജ്യ ബാങ്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കി വെക്കണം. അതായത് RBI ആക്ട് അല്ലെ, RBI ആക്ട് എന്നായിരുന്നു? ഓർമ്മയുണ്ടോ? RBI ആക്ട് 1934 അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. RBI രൂപീകരിച്ചത് എന്നാണ്? 1935 ഏപ്രിൽ 1-നാണ് അല്ലെ, ഏപ്രിൽ 1-നാണ്. ആക്ട് വന്നതാണ് എന്ന് 1934. അപ്പൊ ഈ RBI ആക്ട് 1934 RBI ആക്ടിലെ രണ്ടാം പട്ടിക ഓർത്തു വെച്ചേക്കണം. രണ്ടാം പട്ടിക അഥവാ സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെട്ടിട്ടുള്ള ബാങ്കുകളെയാണ് എന്തെന്ന് പറയുന്നത്? വാണിജ്യ ബാങ്കുകൾ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ഒരു ആക്ട് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് സെക്ഷൻസ് ഉണ്ടാവും, ഷെഡ്യൂളുകൾ ഉണ്ടാവും, ചാപ്റ്റേഴ്സ് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവൂലേ. അവിടെ ആ ഷെഡ്യൂളുകളിൽ രണ്ടാമത്തെ ഷെഡ്യൂളുകളിൽ പറഞ്ഞിട്ടുള്ള ബാങ്കുകളെയാണ് എന്തെന്ന് പറയുന്നത്? കൊമേഴ്ഷ്യൽ ബാങ്കുകൾ അഥവാ വാണിജ്യ ബാങ്കുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഈ വാണിജ്യ ബാങ്കുകളിൽ ഉൾപ്പെടുന്നത് എന്ന് നോക്കാം. ഒന്നാമത്തേത് നമ്മുടെ പൊതുമേഖലാ ബാങ്കുകൾ അല്ലെ, നാഷണലൈസ്ഡ് ബാങ്കുകൾ വരുന്നുണ്ട്. അതായത് നമ്മുടെ ഗവൺമെന്റ് ബാങ്കുകളൊക്കെ വരുന്നത് എവിടെയാണ്? പൊതുമേഖലാ ബാങ്കുകളിലാണ്. ഇതൊക്കെ എന്താണ്? വാണിജ്യ ബാങ്കുകളാണ്. അതുപോലെ തന്നെ സ്വകാര്യ മേഖലാ ബാങ്കുകൾ ഉണ്ട് അല്ലെ. സ്വകാര്യ മേഖലാ ബാങ്കുകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ വരിക? നമ്മുടെ ICICI വരുന്നുണ്ട്, HDFC വരുന്നുണ്ട്. അതൊക്കെ എന്താണ്? സ്വകാര്യ അല്ലെ, പ്രൈവറ്റ് മേഖലയിലുള്ള ബാങ്കുകളാണ്. അതുപോലെ തന്നെ സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ ഇതൊക്കെ ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള ബാങ്കുകളാണ്. അതായത് സ്മോൾ ഫിനാൻസ് ബാങ്കിന് ഉദാഹരണമാണ് ഇസാഫ് എന്ന് പറയുന്നത്. ഇസാഫ്. ഓക്കെ, ഇതും എന്താണ്? ബാങ്കിങ്ങിന്റെ ഒക്കെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു ബാങ്കാണ് ഇത് സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് പേയ്മെന്റ് ബാങ്കുകൾ. അതും വേറൊരു തരം ബാങ്കാണ് പേയ്മെന്റ് ബാങ്കുകൾ. ഇതിനൊരു എക്സാമ്പിൾ ആണ് എയർടെൽ ബാങ്ക്. നമ്മുടെ ഫസ്റ്റ് പേയ്മെന്റ് ബാങ്കാണ് എയർടെൽ ബാങ്ക് എന്ന് പറയുന്നത് കേട്ടോ. ഏതാണ്? എയർടെൽ ബാങ്ക്. എയർടെൽ ബാങ്ക് എന്തിന് ഉദാഹരണമാണ്? പേയ്മെന്റ് ബാങ്കിന് ഉദാഹരണമാണ് കേട്ടോ. അതൊരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതും കൂടി ഓർത്ത് വെച്ചേക്ക്. അതുപോലെ തന്നെ ഇസാഫ് എന്നൊക്കെ പറയുന്നത് എന്തിന് ഉദാഹരണമാണ്? സ്മോൾ ഫിനാൻസ് ബാങ്കിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് ബാങ്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരിൽ തന്നെയുണ്ട് അല്ലെ, എന്തെങ്കിലും ഒരു കാര്യത്തിനെ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് കൊണ്ടുവന്നിട്ടുള്ള ബാങ്കുകളാണ് സ്പെഷ്യലൈസ്ഡ് ബാങ്കുകൾ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ഏതാണ് വരുന്നത്? നബാർഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ IDBI അതൊക്കെ എന്താണ്? സ്പെഷ്യലൈസ്ഡ് ബാങ്കുകളാണ്. അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിനെ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് കൊണ്ടുവന്നിട്ടുള്ള ബാങ്കുകളാണ്. ഇപ്പൊ നബാർഡ് ആണെങ്കിൽ നമുക്കറിയാം അവിടെ എന്തിനു വേണ്ടിയിട്ടാണ്? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആണ് അല്ലെ. അവിടെ അഗ്രികൾച്ചറും അതുപോലെ തന്നെ റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ബാങ്കുകളാണ് ഇത് നബാർഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ IDBI എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അവിടെ എന്താണ്? ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന അവരെ സഹായിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നിട്ടുള്ള ബാങ്കാണ് IDBI എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ എന്താണ്? ഒരു സ്പെഷ്യലൈസ്ഡ് ബാങ്കുകളാണ്. എന്തെങ്കിലും ഒരു കാര്യത്തിനെ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് കൊണ്ടുവന്നിട്ടുള്ള ബാങ്കുകളാണ്. അതുകൊണ്ടാണ് അതിനെ സ്പെഷ്യലൈസ്ഡ് ബാങ്കുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ RRB അഥവാ റീജിയണൽ റൂറൽ ബാങ്ക് അല്ലെ, ഒരുപാട് റൂറൽ ബാങ്കുകൾ ഉണ്ട്. അതിൽ റൂറലുമായി ബന്ധപ്പെട്ട് അവരെ സഹായിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നിട്ടുള്ള ബാങ്കുകളാണ് റീജിയണൽ റൂറൽ ബാങ്കുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിദേശ ബാങ്കുകൾ അല്ലെ, ഫോറിൻ ബാങ്കുകൾ എന്ന് പറയും. ഓക്കെ, ഫോറിൻ ബാങ്കുകൾ
അവയൊക്കെ എന്താണ് ഈ പറഞ്ഞ പോലെ തന്നെ വാണിജ്യ ബാങ്കുകളാണ്. ഫോറിൻ ബാങ്കിന് ഉദാഹരണമാണ് നമ്മുടെ HSBC എന്ന് പറയുന്നത്. ഏതാണ്? HSBC അല്ലെ. നമുക്കറിയാം HSBC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ATM കൊണ്ടുവന്നിട്ടുള്ള ബാങ്കാണ് ഏത്? HSBC എന്ന് പറയുന്നത്. ഓക്കെ, HSBC എന്തിന് ഉദാഹരണമാണ്? ഒരു വിദേശ ബാങ്കിന് ഉദാഹരണമാണ്. അപ്പൊ ഇവയൊക്കെയാണ് എന്ത്? വാണിജ്യ ബാങ്കുകൾ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ എന്താണ് വാണിജ്യ ബാങ്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പറഞ്ഞു RBI ലെ RBIയുടെ ആക്ട് എന്നായിരുന്നു? 1934. അതായത് RBI ആക്ട് 1934 സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെട്ടിട്ടുള്ള ബാങ്കുകളെയാണ് എന്തെന്ന് പറയുന്നത്? വാണിജ്യ ബാങ്കുകൾ അഥവാ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ എന്ന് പറയുന്നത്. അതിൽ ഏതൊക്കെയാണ് വരുന്നത് വാണിജ്യ ബാങ്കുകളിൽ? ഏതൊക്കെയാണ്? നമ്മുടെ പൊതുമേഖലാ ബാങ്കുകൾ വരുന്നുണ്ട് അല്ലെ. പൊതുമേഖലാ ബാങ്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ? നമ്മുടെ SBI, പഞ്ചാബ് നാഷണൽ ബാങ്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ IOB ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് വരുന്നുണ്ട്, ഇന്ത്യൻ ബാങ്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ യൂണിയൻ ബാങ്ക് വരുന്നുണ്ട്. അതൊക്കെ എന്തിൽ വരുന്നതാണ്? പൊതുമേഖലാ ബാങ്കുകളിൽ വരുന്നതാണ്. അതുപോലെ തന്നെ സ്വകാര്യ മേഖലയിൽ വരുന്ന ബാങ്കുകൾ, അതുപോലെ തന്നെ സ്മോൾ ഫിനാൻസ് ബാങ്ക് അല്ലെ. സ്മോൾ ഫിനാൻസ് ബാങ്കിന് ഉദാഹരണമാണ് ഇസാഫ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ പേയ്മെന്റ് ബാങ്ക് ഏതാണ്? എയർടെൽ ഒക്കെ പേയ്മെന്റ് ബാങ്കിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് ബാങ്കുകൾ അല്ലെ. സ്പെഷ്യലൈസ്ഡ് ബാങ്ക് എന്ന് പറയുമ്പോൾ ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? നബാർഡ്, IDBI, അതൊക്കെ എന്താണ്? സ്പെഷ്യലൈസ്ഡ് ബാങ്കുകളാണ്. ഓക്കെ, അതുപോലെ തന്നെ റീജിയണൽ റൂറൽ ബാങ്കുകൾ വരുന്നുണ്ട്, വിദേശ ബാങ്കുകൾ. ഇതൊക്കെയാണ് എന്താ? വാണിജ്യ ബാങ്കുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വേറെ ഒന്നാണ് ന്യൂ ജനറേഷൻ ബാങ്കുകൾ എന്ന് പറയും. ഓക്കെ, ന്യൂ ജനറേഷൻ ബാങ്കുകൾ. അതായത് ഇതൊക്കെ വന്നത് ഏത് സമയത്താണ്? നമ്മുടെ 1990 ഒരു സാമ്പത്തിക പരിഷ്കാരം ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലെ. ആ ഒരു പരിഷ്കാരത്തിന് ശേഷം കൊണ്ടുവന്നിട്ടുള്ള ബാങ്കുകളായിരുന്നു ഏത്? ന്യൂ ജനറേഷൻ ബാങ്കുകൾ എന്ന് പറയുന്നത്. അപ്പൊ ആ കാര്യം കൂടി ഓർത്ത് വെച്ചേക്കണം. 1990 സാമ്പത്തിക പരിഷ്കാരത്തിന് ശേഷം ഇന്ത്യയിൽ പ്രവർത്തന അനുമതി ലഭിച്ച ബാങ്ക് ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ന്യൂ ജനറേഷൻ ബാങ്കുകളായിരുന്നു. അതാണ് ഏതൊക്കെയെന്ന് പറയുന്നത്? നമ്മുടെ ആക്സിസ് ബാങ്ക്, മഹേന്ദ്ര ബാങ്ക്, യെസ് ബാങ്ക്, ഇൻഡസ് ബാങ്ക്. ഇതൊക്കെ എന്താണ്? നമ്മുടെ ന്യൂ ജനറേഷൻ ബാങ്കുകൾക്ക് ഉദാഹരണമാണ്. ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. പരീക്ഷയിലൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ന്യൂ ജനറേഷൻ ബാങ്ക് താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടണം അല്ലെ. അപ്പൊ ഏതാണ് ന്യൂ ജനറേഷൻ ബാങ്ക്? ആക്സിസ് ബാങ്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ മഹേന്ദ്ര ബാങ്ക്, യെസ് ബാങ്ക്, ഇൻഡസ് ബാങ്ക്. അതൊക്കെ എന്തിന് ഉദാഹരണമാണ്? ന്യൂ ജനറേഷൻ ബാങ്കുകൾക്ക് ഉദാഹരണമാണ്. ക്ലിയർ അല്ല? അപ്പൊ ഇതൊക്കെ എന്താണ്? നമ്മുടെ വാണിജ്യ ബാങ്കുകൾ അഥവാ കൊമേഴ്ഷ്യൽ ബാങ്കുകളിൽ ഉൾപ്പെടുന്നതാണ്. അപ്പൊ ക്ലിയർ ആയിട്ടില്ലേ? വാണിജ്യ ബാങ്കുകളെ കുറിച്ചിട്ട് ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇനി നമുക്ക് നോക്കാനുള്ളത് വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളെ കുറിച്ചിട്ടാണ്. അതായത് നമ്മൾ മുന്നേ RBIയുടെ ഫംഗ്ഷൻസ് പഠിച്ചു അല്ലെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക് അഥവാ വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങൾ. അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് അതിനെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. ഒന്നുമില്ല, നമുക്കറിയാം ഒരു ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുക, വായ്പ കൊടുക്കുക അല്ലെ. ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കിയുള്ള ഒരുപാട് ഫെസിലിറ്റി അവർ കൊടുക്കുന്നുണ്ട് അല്ലെ. ATM അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ATM ആയിട്ടോ അല്ലെങ്കിൽ ലോക്കർ ഫെസിലിറ്റി ആയിട്ടോ അങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിലും അവരുടെ ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, വായ്പ കൊടുക്കുക. ഇതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലെ. അവരുടെ പ്രോഫിറ്റ് തന്നെ ഇതിനെ ആശ്രയിച്ചിട്ടാണ് കിടക്കുന്നത് അല്ലെ. അതായത് ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുന്നു, ആ തുക എന്ത് ചെയ്യുന്നു? അവർ വായ്പയായിട്ട് കൊടുക്കുന്നു. ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യുന്നു? ആ ഡെപ്പോസിറ്റിന് പുറത്ത് ഇൻട്രസ്റ്റ് കൊടുക്കുന്നു. അതിനേക്കാളും കൂടിയ ഇൻട്രസ്റ്റ് ആയിരിക്കും അവർ കൊടുക്കുന്ന വായ്പകൾക്ക് അവർ ഈടാക്കുന്നത്. ആ ഇൻട്രസ്റ്റുകൾ തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ, അതാണ് ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മെയിൻ ആയിട്ടുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് അവരുടെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിച്ചു ഡെപ്പോസിറ്റ് സ്വീകരിക്കാന്നൊക്കെ പറഞ്ഞു അല്ലെ. അപ്പൊ ഇവിടെ അറിഞ്ഞിരിക്കണം, ഒരുപാട് ഡെപ്പോസിറ്റുകൾ നമുക്ക് ഏത് ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാലും കിട്ടും അല്ലെ. ഒരുപാട് ഡെപ്പോസിറ്റുകൾ അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ ഏതൊക്കെയാണെന്ന് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും പഠിച്ചു വെച്ചേക്കണം. ഇതൊന്നും ക്വസ്റ്റ്യൻസ് മുന്നേ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഇത് സെപ്പറേറ്റ് ഇങ്ങനെ കൊടുത്തത് കാരണം ഇനിയും പരീക്ഷകൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു നിക്ഷേപമാണ് സമ്പാദ്യ നിക്ഷേപം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? നമ്മുടെ സേവിംഗ് ഡെപ്പോസിറ്റ് ഉണ്ടല്ലോ, ആ സേവിംഗ് ഡെപ്പോസിറ്റ് അഥവാ സമ്പാദ്യ നിക്ഷേപത്തെ കുറിച്ചിട്ടാണ് ആദ്യം നോക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയില്ലേ, ഇന്നിപ്പം ഏതൊരാൾക്കും ഒരു ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടായിട്ടുണ്ടാവും അല്ലെ. അത് നമുക്കറിയാം ഇന്നിപ്പോ UPI വഴി ഒരുവിധം എല്ലാ ആൾക്കാരും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ എന്ത് വേണം? ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കണം അല്ലെ. അപ്പൊ മിക്കവാറും എല്ലാവരുടെ കയ്യിലും ഒരു സേവിംഗ് ഡെപ്പോസിറ്റ് ഉണ്ടാവും. അപ്പൊ അത് തന്നെയാണ് നമ്മുടെ സേവിംഗ് ഡെപ്പോസിറ്റിനെ കുറിച്ച് പറയുന്നത്. അതായത് ഇത് ശരിക്കും കൊണ്ടുവരാനുള്ള പ്രധാന കാരണം എന്തായിരുന്നു? വ്യക്തികളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നു.
പണ്ടൊക്കെ നമ്മളുടെ കയ്യിൽ ഒരു 1000 2000 രൂപയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് നമ്മുടെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ചെലവായി പോകുമെന്ന് കരുതിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാങ്കിൽ കൊണ്ടുപോയിട്ട് അത് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അല്ലെ. അതുപോലെ വേറെ സമയത്ത് നമ്മുടെ കയ്യിൽ വീണ്ടും കുറച്ച് പൈസ വരുന്ന സമയത്ത് അത് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ ഒരു സമ്പാദ്യ നിക്ഷേപം അല്ലെങ്കിൽ സേവിംഗ് ഡെപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അതിലൂടെ നമ്മുടെ സമ്പാദ്യശീലം വളർത്തിയെടുക്കുക എന്താണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇത് ഈ സമ്പാദ്യ നിക്ഷേപം അഥവാ സേവിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാലേ, നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, ഒരു ഇൻട്രസ്റ്റ് ഒക്കെ കിട്ടും അല്ലെ. നമ്മൾ എത്രയാണോ എമൗണ്ട് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അത് ഇന്ന കാലയളവിലേക്ക് ഇടുന്ന സമയത്ത് അവിടെ നമുക്കൊരു നിശ്ചിത പെർസെന്റേജ് ഇൻട്രസ്റ്റ് അതിന്റെ കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സമ്പാദ്യ നിക്ഷേപത്തിൽ അറിയേണ്ടതായിട്ടുള്ളത്. അതുപോലെ തന്നെ അടുത്തതാണ് കറണ്ട് നിക്ഷേപം എന്ന് പറയുന്നത് അല്ലെ. കറണ്ട് നിക്ഷേപം അഥവാ കറന്റ് അക്കൗണ്ട് എന്ന് പറയും. ആർക്ക് വേണ്ടിയിട്ടാണ് ഇത്? എല്ലാവർക്കും കിട്ടുന്നതാണോ കറന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്? എല്ലാവർക്കും കിട്ടുന്നതാണോ? അല്ലല്ലേ. അതായത് ബിസിനസ്സുകാരെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇത് കറന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അതായത് ബിസിനസ് ഇടപാടുകളെ ലക്ഷ്യം വെച്ചുള്ള അക്കൗണ്ട് ആണ് ഇത് കറന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദിവസവും ഒരുപാട് ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ടാവും. അപ്പൊ അവരുടെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ കൊണ്ടുവന്നിട്ടുള്ള അക്കൗണ്ട് ആണ് ഇത് കറന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അവിടെ എന്ത് ചെയ്യുന്നില്ല, പ്രത്യേകം പരിധികളൊന്നും നിശ്ചയിക്കുന്നില്ല. ഒരു ദിവസം എത്ര വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും അവർക്ക്, ട്രാൻസ്ഫർ അതായത് പണം പിൻവലിക്കാനും ഡെപ്പോസിറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, അതിന് പ്രത്യേകം പരിധികളൊന്നും എന്ത് ചെയ്യുന്നില്ല, ഇതിൽ കൊടുക്കുന്നില്ല, കറന്റ് അക്കൗണ്ടിൽ കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് എന്ത് കിട്ടില്ല, ഇൻട്രസ്റ്റ് കിട്ടില്ല. നമ്മളിപ്പോ കറന്റ് അക്കൗണ്ടിൽ 1 ലക്ഷം രൂപ ഉണ്ടെന്ന് വിചാരിക്കുക, ആ 1 ലക്ഷം രൂപയ്ക്കൊന്നും എന്ത് കിട്ടില്ല, ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടില്ല. എന്നാൽ നമ്മൾ ആ 1 ലക്ഷം രൂപ നമ്മുടെ സേവിംഗ് ഡെപ്പോസിറ്റിലാണ് ഇട്ടിട്ടുള്ളതെങ്കിലോ അവിടെ നമുക്ക് എന്ത് കിട്ടും, ഇൻട്രസ്റ്റ് കിട്ടും. പക്ഷേ ഓർത്തിരിക്കണം, കറന്റ് അക്കൗണ്ടിൽ എന്ത് കൊടുക്കില്ല, ഇൻട്രസ്റ്റ് കൊടുക്കില്ല. അത് ജസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്, ഈ ബിസിനസ്സുകാർക്ക് അവരുടെ ട്രാൻസാക്ഷൻസ് ഒക്കെ ഡെയിലി തന്നെ ഒരുപാട് ട്രാൻസാക്ഷൻ അവർ നടത്തുന്നുണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു അക്കൗണ്ട് എന്ന രീതിയിലാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കറന്റ് അക്കൗണ്ടിന് ലഭിക്കുന്ന ഒരു ഫെസിലിറ്റി ആണ് ഇത് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, OD എന്ന് പറയും അല്ലെ. OD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓവർ ഡ്രാഫ്റ്റ് അല്ലെ. അതായത് ഓവറായിട്ട് പിൻവലിക്കാൻ പറ്റുന്നത്. അതായത് ഇപ്പൊ ഒരു കറന്റ് അക്കൗണ്ടിൽ 10,000 രൂപയാണെന്ന് കരുതുക. ഇപ്പൊ അയാൾക്ക് ഒരു 25,000 രൂപയുടെ ആവശ്യം ഉണ്ടായെന്ന് വിചാരിക്കുക. അയാൾക്ക് എന്ത് കിട്ടും, എല്ലാ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ബാങ്ക് എന്ത് അനുവദിക്കും, അയാൾക്ക് OD അനുവദിക്കും അല്ലെ. അതായത് അയാളുടെ അക്കൗണ്ടിൽ, ആ കറന്റ് അക്കൗണ്ടിൽ ഉള്ള തുകയേക്കാളും കൂടുതൽ എമൗണ്ട് അയാൾക്ക് പിൻവലിക്കാൻ പറ്റും. അതിനെയാണ് എന്ത് പറയുന്നത്, OD എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഏത് അക്കൗണ്ടിനാണ് ലഭ്യമായിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ഏതിനാണ്, കറന്റ് അക്കൗണ്ടിന്. ഇതും പരീക്ഷയ്ക്ക് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. OD ലഭ്യമായിട്ടുള്ള ഏതിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമ്പാദ്യ നിക്ഷേപം ഉണ്ടാവും, കറന്റ് അക്കൗണ്ട് ഉണ്ടാവും, ടേം ഡെപ്പോസിറ്റ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ആൻസർ ഏതായിരിക്കണം, കറന്റ് അക്കൗണ്ട് ആണ്. ഓക്കെ, അപ്പൊ കറന്റ് അക്കൗണ്ടിന് എന്താണ് കിട്ടുന്നത്, ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി കിട്ടും. പക്ഷെ അവിടെ എന്ത് ഉണ്ടാവില്ല, ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ടേം ഡെപ്പോസിറ്റ് ആണ്. ടേം ഡെപ്പോസിറ്റ് അതിന്റെ മറ്റൊരു പേരാണെന്ത്, സ്ഥിര നിക്ഷേപ അക്കൗണ്ട് എന്ന് പറയുന്നത് അല്ലെ. ടേം ആണ്. ടേം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു കാലയളവ് അവിടെ പറയുന്നുണ്ട് അല്ലെ. ടേം ഇന്ന കാലയളവിലേക്ക്, ടേമിലേക്കാണെന്ന് പറയാം. അതായത് പെട്ടെന്നൊന്നും നമുക്ക് പോയിട്ട് എന്ത് ചെയ്യാം, പിൻവലിക്കാൻ പറ്റാത്ത രീതിയിൽ, അതായത് ഒരു ലോങ് ടേമിലേക്കായിട്ട് നമ്മൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുമല്ലോ, അതൊക്കെയാണ് ഇതിൽ വരിക ടേം ഡെപ്പോസിറ്റ് അഥവാ സ്ഥിര നിക്ഷേപം അക്കൗണ്ട് എന്ന് പറയുന്നത് അല്ലെ. അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാറില്ലേ, അതായത് ഇപ്പോൾ ഒരു 5 വർഷത്തേക്ക് അല്ലെങ്കിൽ 2 വർഷത്തേക്ക് 1 വർഷത്തേക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, എമൗണ്ടുകൾ ഡെപ്പോസിറ്റ് ചെയ്യാറുണ്ട്. അത് നമ്മൾ പെട്ടെന്ന് ആവശ്യത്തിന് വേണ്ടി എടുക്കാതെ എന്ത് ചെയ്യും, ഒരു ഇത്ര വർഷത്തേക്ക് അങ്ങനെ രീതിയിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തിലേക്കായിരിക്കും, ഫിക്സഡ് ഡെപ്പോസിറ്റ് അഥവാ ടേം ഡെപ്പോസിറ്റിലേക്കായിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടും, ഇൻട്രസ്റ്റ് കിട്ടും. നമ്മൾ സേവിംഗ് ഡെപ്പോസിറ്റിൽ ഇടുന്നതിനേക്കാളും കൂടുതൽ ഇൻട്രസ്റ്റ് ഏതിൽ കിട്ടും, ടേം ഡെപ്പോസിറ്റിൽ കിട്ടും അഥവാ സ്ഥിര നിക്ഷേപ അക്കൗണ്ടിൽ കിട്ടും. ഓക്കെ, അതും കൂടി ഓർത്ത് വെച്ചേക്കണം. നമ്മളിപ്പോ ഒരു ലോങ് ടേമിലേക്കാണ് നമ്മളൊരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്താണ്, നമ്മൾ സാധാരണ സേവിംഗ് ഡെപ്പോസിറ്റിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റിനേക്കാളും കൂടുതൽ ഇതിൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ആ കാര്യം അവിടെ ഓർത്ത് വെക്കുക. ഇനി അടുത്തതാണ് ആവർത്തിത നിക്ഷേപങ്ങൾ എന്ന് പറയുന്നത്. ആവർത്തിത നിക്ഷേപങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയും. ഓക്കെ, റിക്കറിംഗ് ഡെപ്പോസിറ്റ് അഥവാ RD എന്ന് പറയും. RD എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാവും. ഇപ്പൊ പല ആൾക്കാരുടെ വീട്ടിൽ പണ്ടൊക്കെ RD പിരിക്കാനായിട്ട് വരും അല്ലെ. അതായത് എല്ലാ മാസവും ഇന്ന തീയതിയായിട്ട് നമ്മൾ എന്ത് ചെയ്യും, എന്തെങ്കിലും ഒരു RD-യിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ എല്ലാ മാസവും അവരെല്ലാം അവരുടെ ഏജന്റ് ആയിട്ട് വീട്ടിലേക്ക് വരും അല്ലെ. ഇപ്പൊ ഒരു 1000 രൂപയുടെ RD ആണെങ്കിൽ എല്ലാ മാസവും 1-ാം തീയതി എന്ത് ചെയ്യും, അവർ വന്നിട്ട് ഈ RD കളക്ട് ചെയ്ത് കൊണ്ടുപോകും. അതായത് മാസം അങ്ങനെ 1000 രൂപ വെച്ചിട്ട് അവിടെ എന്ത് ചെയ്യണം, ഒരു റിക്കറിംഗ് ഡെപ്പോസിറ്റ് ആണ് അവിടെ നടത്തുന്നുണ്ടാവുക. അതായത് ഇത്ര കാലയളവിലേക്കായിട്ട് എല്ലാ മാസവും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടൈം പീരീഡിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, സ്ഥിരമായിട്ടൊരു എമൗണ്ട് ഇങ്ങനെ നമ്മൾ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുക. അതിനെയാണ് എന്ത് പറയാ, റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്.
ഇവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സേവിംഗ് ഡെപ്പോസിറ്റിനേക്കാളും ഇൻട്രസ്റ്റ് റേറ്റ് ഇവിടെ കൂടുതൽ കിട്ടും. എന്നാൽ നമ്മൾ മുന്നേ പറഞ്ഞ ടേം ഡെപ്പോസിറ്റ് അത്രയും ഇൻട്രസ്റ്റ് കിട്ടുമൊന്നുമില്ല. ഏതിനേക്കാളും കൂടുതൽ ഉണ്ടായിരിക്കും? സേവിംഗ് ഡെപ്പോസിറ്റ് ഇടുന്നതിനേക്കാളും കൂടുതൽ RDയിൽ കിട്ടും, മറ്റേതിനേക്കാളും കുറവായിരിക്കും. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഡെപ്പോസിറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇവിടെ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വെച്ചേക്കണം. ഏതൊക്കെ ഡെപ്പോസിറ്റുകൾ ഉണ്ട്? ഫസ്റ്റ് നമ്മൾ പറഞ്ഞു സേവിംഗ് ഡെപ്പോസിറ്റ് ആണ് അല്ലെ, സേവിംഗ് ഡെപ്പോസിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ കറന്റ് അക്കൗണ്ടിലെ കറന്റ് ഡെപ്പോസിറ്റ് അഥവാ കറന്റ് നിക്ഷേപം എന്ന് പറയും. കറന്റ് നിക്ഷേപത്തിന്റെ പ്രത്യേകത എന്താണ്? അവിടെ OD ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി അവിടെ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ എന്തില്ല? ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് നമുക്ക് അവിടെ കിട്ടില്ല. കറന്റ് അക്കൗണ്ടിന് എന്ത് കിട്ടില്ല? ഇൻട്രസ്റ്റ് കിട്ടില്ല. അതുപോലെ തന്നെ മൂന്നാമത്തേതായിരുന്നു ടേം ഡെപ്പോസിറ്റ് അഥവാ സ്ഥിര നിക്ഷേപ അക്കൗണ്ട് എന്ന് പറഞ്ഞു അല്ലെ. എന്താണ് ടേം ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് അല്ലെ, ഒരു ടേമിലേക്കായിരിക്കും, ഒരു നിശ്ചിത കാലയളവിലേക്കായിരിക്കും നമ്മൾ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരു സ്ഥിര നിക്ഷേപം, ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ടൈമിലേക്കായിരിക്കും അവിടെ നിക്ഷേപിക്കുന്നുണ്ടാവുക. അതാണ് ടേം ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. പിന്നീട് റിക്കറിംഗ് ഡെപ്പോസിറ്റ് പറഞ്ഞു അല്ലെ. റിക്കറിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ആവർത്തിതമായിട്ട് നിക്ഷേപിക്കുക. അതായത് ഒരു നിശ്ചിത എമൗണ്ട് എന്ത് ചെയ്യുക? എല്ലാ മാസങ്ങളിലുമായിട്ട് എന്ത് ചെയ്യുക? അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുക. അതാണ് RD എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയാണ് നമ്മുടെ ഡെപ്പോസിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഡെപ്പോസിറ്റിനെ കുറിച്ച് പറഞ്ഞു. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് വായ്പയാണ് അല്ലെ. നമ്മൾ പഠിച്ചു നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡെപ്പോസിറ്റ് സ്വീകരിക്കുക, വായ്പ കൊടുക്കുക. അപ്പൊ ഡെപ്പോസിറ്റിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കേണ്ടത് എന്തായിരിക്കും? വായ്പയെ കുറിച്ചിട്ടാണ് അല്ലെ. അപ്പൊ വായ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വായ്പ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ കൊടുക്കുന്നത് ബാങ്കുകൾ അവർക്ക് കിട്ടുന്ന ഡെപ്പോസിറ്റ് മൊത്തം ഡെപ്പോസിറ്റിന്റെ ഒരു നിശ്ചിത പെർസെന്റേജ് എങ്ങോട്ടേക്ക് മാറ്റും? CRRലേക്ക് മാറ്റും അല്ലെ. CRRലേക്ക് മാറ്റും. അതായത് ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവിടെ എത്ര ഡെപ്പോസിറ്റ് കിട്ടിയിട്ടുണ്ടോ ആ ഡെപ്പോസിറ്റിന്റെ ഒരു നിശ്ചിത ശതമാനം എന്ന് പറയുമ്പോൾ ഇവിടെ 4%. ആ 4% എന്ത് ചെയ്യുന്നുണ്ട്? അവർ റിസർവ് ആയിട്ട് എവിടേക്ക് സൂക്ഷിച്ചു വെക്കും? RBIയിൽ സൂക്ഷിച്ചു വെക്കണം, നിർബന്ധമായിട്ടും സൂക്ഷിച്ചു വെക്കണം. അങ്ങനെ ആ സൂക്ഷിച്ചു വെച്ച ശേഷമുള്ള ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം എന്ത് ചെയ്യാം? അവർക്ക് ലോൺ ആയിട്ട് ജനങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഓർത്ത് വെച്ചേക്കുക. ബാങ്കുകൾ തങ്ങൾക്ക് ലഭിച്ച നിക്ഷേപത്തിന്റെ ഒരു ഭാഗം കരുതൽ ധനമായി സൂക്ഷിച്ചു വെച്ചല്ലേ. കരുതൽ ധനം എന്ന് പറഞ്ഞാൽ എന്താ? ക്യാഷ് റിസർവ് ആണ് അല്ലെ. അപ്പൊ കരുതൽ ധനമായിട്ട് സൂക്ഷിച്ചു വെച്ച ബാക്കിയാണ് എന്ത് ചെയ്തത്? സംരംഭകർക്കൊക്കെ വായ്പയായിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിക്ഷേപകർക്ക് നൽകുന്ന പലിശയും വായ്പ എടുക്കുന്നവരിൽ നിന്ന് ഈടാക്കുന്ന പലിശയും തമ്മിലുള്ള വ്യത്യാസമാണ് എന്ത്? ബാങ്കുകളുടെ വരുമാനം എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ മുന്നേ പറഞ്ഞു എന്താണ് ബാങ്കിന്റെ പ്രധാന പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിക്ഷേപകർക്ക് കൊടുക്കുന്ന പലിശയും അതുപോലെ തന്നെ വായ്പയായിട്ട് കൊടുക്കുന്ന സമയത്ത് അവരിൽ നിന്ന് ഈടാക്കുന്ന പലിശയും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവുമല്ലോ, അതിനെയാണ് ആ ബാങ്കിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതിനെ പറയുന്ന മറ്റൊരു പേരാണ് എന്താ? സ്പ്രെഡ് എന്ന് പറയുന്നത്. ഓക്കെ, സ്പ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ജസ്റ്റ് ആലോചിച്ചാൽ മതി. അതായത് ആ വാണിജ്യ ബാങ്കുകളുടെ പ്രോഫിറ്റിനെയാണ് സ്പ്രെഡ് എന്ന് പറയുന്നത്. അതായത് ഈ രണ്ട് ഇൻട്രസ്റ്റുകളും തമ്മിലുള്ള വ്യത്യാസം, അതാണ് എന്ത്? സ്പ്രെഡ് എന്ന് പറയുന്നത്. ഈ ടേം ഒന്ന് പഠിച്ചു വെച്ചേക്കട്ടെ. ഇതും ചോദിക്കാൻ നല്ല പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിലുള്ള അഡീഷണൽ ഫാക്ടുകളാണ്. അതൊക്കെ ഇനിയും പരീക്ഷയിലൊക്കെ ചോദിക്കാം. അപ്പൊ സ്പ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, രണ്ട് ഇൻട്രസ്റ്റുകളിലെ ഡെപ്പോസിറ്റിന്റെ മുകളിലുള്ള ഇൻട്രസ്റ്റും അതുപോലെ തന്നെ ലോൺ കൊടുക്കുമ്പോഴുള്ള ഇൻട്രസ്റ്റും തമ്മിലുള്ള ആ വ്യത്യാസം, ആ ഒരു പ്രോഫിറ്റ്, ബാങ്കിന്റെ ആ പ്രോഫിറ്റിനാണ് എന്ത്? സ്പ്രെഡ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് മറ്റ് ധർമ്മങ്ങളാണ്. അതായത് നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ പ്രധാന ധർമ്മമാണ് ഡെപ്പോസിറ്റ് സ്വീകരിക്കലും വായ്പ നൽകലും. ബാക്കിയും ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട് അല്ലെ. ബാക്കിയുള്ള അവരുടെ സേവനങ്ങൾ എന്തൊക്കെയാണ്? ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട് അല്ലെ, ഡെബിറ്റ് കാർഡ് ഫെസിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ATM കൊടുക്കുന്നുണ്ട്, ലോക്കൽ സൗകര്യം, അതൊക്കെ എന്താണ്? ലോക്കർ സൗകര്യം, അതൊക്കെ എന്താണ്? ഈ കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ മറ്റ് ഫംഗ്ഷനുകളാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ബാങ്കുകളും സാങ്കേതിക വിദ്യയുമാണ് കേട്ടോ. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആണ്. അതായത് നമ്മുടെ ഓൺലൈൻ ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ്, അതൊക്കെയാണ് ഇവിടെ വരുന്നത്. ബാങ്കുകളിൽ ഇപ്പൊ ഈ ഒരു എന്താ പറയാ ഇന്റർനെറ്റ് വഴിയുള്ള സേവനങ്ങൾ, അതൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. അപ്പൊ അവിടെ നമുക്ക് ഓരോരോ ടേമുകളാണ് ഇവിടെ പഠിക്കാനുള്ളത്. ഈ കാര്യങ്ങൾ ഇവിടെ പഠിക്കണം കേട്ടോ. ഓരോന്നിന്റെ ഫുൾ നെയിം ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ഇവിടുന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ടേം ആണ് ഈ നെഫ്റ്റ് എന്ന് പറയുന്നത്, നമ്മുടെ നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം എന്ന് പറയുന്നത് അല്ലെ. നെഫ്റ്റിന്റെ ഫുൾ നെയിം എന്താന്ന് പഠിച്ചു വെച്ചേക്കട്ടോ, ചോദിക്കാം. നെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം ആണ്. ഓക്കെ, സിസ്റ്റം സെപ്പറേറ്റ് അതിന്റെ കൂടെ ഉണ്ടാവില്ല, സിസ്റ്റം എന്ന് ആലോചിച്ച് വെച്ചേക്കാം. നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം എന്നതാണ് എന്ത്? നെഫ്റ്റിന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? നമുക്കറിയില്ല ഇലക്ട്രോണിക് ആയിട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ആണ്, അങ്ങനെ ആലോചിച്ചാൽ മതി.
ഇലക്ട്രോണിക് ആയിട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക. അതിന് മുന്നേ എന്ത് കൊടുക്കുക, നാഷണൽ എന്ന് കൊടുത്താൽ മതി, അപ്പൊ നെഫ്റ്റ് കിട്ടും. അപ്പൊ നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം ആണ് എന്ത്, നെഫ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് വളരെ എളുപ്പത്തിലും വളരെ പെട്ടെന്നും ഒരു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ് എന്ത്, നെഫ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. അതായത് ആ ഒരു ബാങ്കിന്റെ IFSC കോഡ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് സാധാരണ എന്ത് ചെയ്യാറ്, നെഫ്റ്റ് ചെയ്യാറ് അല്ലെ. നമ്മളൊക്കെ ചെയ്തിട്ടുണ്ടാവും നെഫ്റ്റ്. അവിടെ നമ്മൾ IFSC കോഡൊക്കെ കൊടുക്കാറില്ലേ. ഈ IFSC കോഡുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. IFSC കോഡിലെ ആ ഒരു ക്യാരക്ടറുടെ നമ്പർ എത്ര അക്കങ്ങൾ ഉണ്ടെന്ന് ചോദിക്കാറുണ്ടല്ലേ. 11 അക്കങ്ങളായിരിക്കും IFSC കോഡിൽ ഉണ്ടായിരിക്കും കേട്ടോ. അത് ഓർത്ത് വെച്ചേക്കാം. IFSC കോഡിൽ നമുക്കറിയാം ഓരോ ബാങ്കിനും ഓരോ IFSC കോഡ് ഉണ്ടാവും. നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് IFSC കോഡ് ചോദിക്കാറില്ലേ, ആ സാധനമാണിത് IFSC കോഡ് എന്ന് പറയുന്നത്. അത് എത്ര എണ്ണം ഉണ്ടാവാറുണ്ട്, 11 എണ്ണം ഉണ്ടാവാറുണ്ട് അല്ലെ. നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. IFSC I സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു I ഒന്നായിട്ട് കണക്കാക്കിയാൽ മതി. അതിന്റെ കൂടെ ഒന്നും കൂടി കൊടുത്തു കഴിഞ്ഞാൽ 11 അക്കം ഉണ്ടാകും എന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഈ ഒരു IFSC കോഡൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഏത്, നമ്മുടെ നെഫ്റ്റ് അഥവാ നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം എന്ന് പറയുന്നത്. എത്ര എമൗണ്ട് വേണമെങ്കിലും മിനിമം എത്ര എമൗണ്ട് അല്ലെങ്കിൽ എത്ര കുറഞ്ഞ എമൗണ്ട് നമുക്ക് ഇതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അടുത്തതാണ് നമ്മുടെ RTGS എന്ന് പറയുന്ന റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് അല്ലെ. RTGS എന്താണ്, RTGS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് ആണ്. അതായത് വലിയ തുകകളൊക്കെ ആണെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യാറ് ഏതിലാണ്, RTGS വഴിയാണ് ചെയ്യാറ്. ഈ RTGS ചെയ്യണമെങ്കിൽ മിനിമം 2 lakh ആണ്. 2 ലക്ഷത്തിന്റെ മുകളിലുള്ള ട്രാൻസ്ഫർ ഒക്കെ ആണെങ്കിൽ സാധാരണ ചെയ്യാറ് ഏതാണ്, RTGS വഴിയാണ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പൊ അക്കൗണ്ട് ഉടമകൾ തമ്മിലുള്ള വലിയ തുകകൾ കൈമാറ്റം ചെയ്യുന്നത് ഏത് വഴിയാണെന്ന് ചോദിച്ചാൽ ഏതാണ്, റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് അഥവാ RTGS വഴിയാണ്. ഓക്കെ, ഇവിടെ നാഷണൽ നെഫ്റ്റിന് പ്രത്യേകം ഒരു മിനിമം മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നില്ല. എത്ര ചെറിയ എമൗണ്ട് നമുക്ക് നെഫ്റ്റിലൂടെ ട്രാൻസ്ഫർ ചെയ്യാം. RTGS ആണെങ്കിൽ മിനിമം 2 ലക്ഷത്തിന് അല്ലെങ്കിൽ 2 ലക്ഷത്തിന് മുകളിലുള്ള എമൗണ്ടുകളൊക്കെയാണ് RTGS വഴി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ട് ടേമുകളും മനസ്സിലാക്കുക, അതിന്റെ കൂടെ അതിന്റെ ഫുൾ നെയിമും കൂടി പഠിക്കുക. നെഫ്റ്റ് ആണെങ്കിൽ എന്തായിരുന്നു, നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റവും RTGS എന്തായിരുന്നു, റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് ആണ്. ക്ലിയർ അല്ലേ? ഇനി അടുത്തൊരു ടേം ആണ് കോർ ബാങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, കോർ ബാങ്കിങ് കേട്ടോ, കോർ. ഈ കോറിന്റെ ഫുൾ നെയിം ഒന്ന് പഠിച്ചു വെച്ചേക്കണം. കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സെൻട്രലൈസ്ഡ്, ചിലപ്പോ വേണമെങ്കിൽ ചോദിക്കാം, സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം എക്സ്ചേഞ്ച്. അതിനെയാണ് എന്ത് പറയുന്നത്, കോർ എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് കോർ എന്ന് പറഞ്ഞാല്, സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം എക്സ്ചേഞ്ച് എന്നതാണ് കോർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? കോറിന്റെ ഫുൾ നെയിം പഠിക്കുക. കോർ എന്ന് പറഞ്ഞാൽ സി എന്താണ്, സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം എക്സ്ചേഞ്ച് എന്നാണ് പറയുന്നത്. ഈ കോർ ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കോർ ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു ബാങ്കിന്റെ ഏത് ശാഖയിൽ നിന്നും സാമ്പത്തിക ഇടപാടുകൾ അക്കൗണ്ട് ഉടമകൾക്ക് സാധ്യമാക്കുന്ന സംവിധാനമാണ് എന്ത്, കോർ ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അതായത് ഇപ്പൊ നമുക്ക് ഇപ്പം ഒരു ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്, പക്ഷെ നമ്മൾ വേറെ ഏതെങ്കിലും സ്ഥലത്താണെന്ന് വിചാരിക്കുക, നമുക്ക് എന്ത് ചെയ്യാം, ആ ബാങ്കിന്റെ മറ്റൊരു ബ്രാഞ്ചിൽ പോയിട്ട് നമുക്ക് നമ്മുടെ ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് നമ്മുടെ എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് അക്കൗണ്ട് ഉള്ള ബാങ്കിൽ തന്നെ പോകണമെന്നില്ല. ആ ബാങ്കിന്റെ ഏതെങ്കിലും ബ്രാഞ്ചിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ട്രാൻസാക്ഷനുകൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു സംവിധാനത്തിനെയാണ് എന്ത് പറയുന്നത്, കോർ ബാങ്കിങ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ എന്താണ് കോർ ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റൊരു അതായത് ഇടപാടുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എവിടെയാണോ അക്കൗണ്ട് ഉള്ളത് ആ ബാങ്കിൽ തന്നെ പോകാതെ ആ ബാങ്കിന്റെ മറ്റൊരു ശാഖയിൽ അല്ലെങ്കിൽ മറ്റൊരു ബ്രാഞ്ചിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇടപാടുകൾ നടത്താനായിട്ട് പറ്റും. ആ ഒരു സംവിധാനത്തിനെയാണ് എന്ത് പറയുന്നത്, കോർ ബാങ്കിങ് എന്ന് പറയുന്നത്. കോർ ബാങ്കിങ്ങിന്റെ ഫുൾ എന്താണ്, സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം എക്സ്ചേഞ്ച് എന്നാണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ UPI നെ കുറിച്ചിട്ടാണ്. ഇപ്പം കൂടുതൽ ആൾക്കാരും അല്ലെ അല്ലെങ്കിൽ പ്രചാരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് ഇത് UPI എന്ന് പറയുന്നത് അല്ലെ. എല്ലാ ആളുകളും ഒരുവിധപ്പെട്ട എല്ലാ ആളുകളും ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് UPI എന്ന് പറയുന്നത് അല്ലെ. ഏത് പ്രായഭേദമന്യം എല്ലാവർക്കും ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അല്ലെ, UPI. അതായത് UPIയുടെ ഫുൾ എന്താണ്, യൂണിവേഴ്സൽ പേയ്മെന്റ് ഇന്റർഫേസ് ആണ് കേട്ടോ. അതും കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കാം. നമ്മൾ UPI എന്ന് പറയുമ്പോൾ ഇതിന്റെ ഫുൾ നെയിം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. U എന്ന് പറഞ്ഞാൽ എന്താ, യൂണിവേഴ്സൽ അല്ലെ. യൂണിവേഴ്സൽ ആയിട്ട് നമുക്ക് എല്ലായിടത്തും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ആലോചിച്ചാൽ മതി. ഇപ്പം യൂണിവേഴ്സൽ പേയ്മെന്റ് ഇന്റർഫേസ്, അതാണ് UPI എന്ന് പറയുന്നത്. എന്താണ്, യൂണിവേഴ്സൽ പേയ്മെന്റ് ഇന്റർഫേസ് ആണ് UPI. ഇനി ഇതാരാ കൊണ്ടുവന്നിട്ടുള്ളത്,
ഇതാരാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്? UPI നമ്മുടെ NPCI ആണ് കേട്ടോ. അതായത് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന NPCI 2008 രൂപീകരിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ NPCI ആണ് എന്ത് കൊണ്ടുവന്നിട്ടുള്ളത്? ഈ ഒരു UPI സംവിധാനം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ അതും കൂടി ഓർത്തു വെച്ചേക്കാം. ഇന്ന് നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന UPI ആരാണ് കൊണ്ടുവന്നിട്ടുള്ളത്? നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി നമ്മുടെ UPIക്കുള്ള കുറച്ച് എക്സാമ്പിൾ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഗൂഗിൾ പേ വരുന്നുണ്ട്, പേടിഎം വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫോൺ പേ, അതുപോലെ ഭീം ആപ്പ് ഒക്കെ വരുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ ആമസോൺ പേ. ഇതൊക്കെ എന്താണ്? ആമസോൺ പേ എന്നൊക്കെ പറയുന്നതൊക്കെ എന്താണ്? UPIക്കുള്ള ഉദാഹരണങ്ങളാണ്. അതുപോലെ തന്നെ ഭീം ആണെങ്കിലും ഏതാണ്? ഒരു UPI ആണ്. അപ്പൊ ഗൂഗിൾ പേ വരുന്നുണ്ട്, പേടിഎം വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫോൺ പേ, ഭീം, അതുപോലെ തന്നെ ആമസോൺ പേ. ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? UPIക്ക് ഉദാഹരണമാണ്. UPIയുടെ ഫുൾ നെയിം എന്തായിരുന്നു? യൂണിവേഴ്സൽ പേയ്മെന്റ് ഇന്റർഫേസ് ആണ്. ആരാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്? നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തിരിക്കണം. ഇത്രയാണ് നമ്മുടെ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട അതിന്റെ സാങ്കേതിക വിദ്യയിലുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. അതിൽ ആദ്യം പറഞ്ഞത് നെഫ്റ്റ് ആണ്, നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. അത് കഴിഞ്ഞ് റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ് അഥവാ RTGS കുറിച്ച് പഠിച്ചു അല്ലെ. RTGS വലിയ തുകകളൊക്കെ ഇടപാടുകൾ ചെയ്യുന്നതിന് നമ്മൾ RTGS ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ കോർ ബാങ്കിങ് അല്ലെ, നമുക്ക് ഏത് ബ്രാഞ്ചിൽ, ബാങ്കിന്റെ ഏത് ബ്രാഞ്ചിൽ പോയിട്ടും ഇടപാടുകൾ നടത്താവുന്നതാണ് ഇതില് കോർ ബാങ്കിങ്ങിലൂടെ. കോറിന്റെ ഫുൾ നെയിം എന്താ? സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം എക്സ്ചേഞ്ച് എന്നാണ്. അതുപോലെ തന്നെ UPI ആരാണ് ഡെവലപ്പ് ചെയ്തത്? NPCI ആണ് അല്ലെ, നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ്. അതിന് ഉദാഹരണമായിരുന്നു ഗൂഗിൾ പേ, പേടിഎം, അതുപോലെ തന്നെ ഭീം, ആമസോൺ പേ. അതൊക്കെ UPIക്കുള്ള ഉദാഹരണങ്ങളാണ്. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ. അതായത് നമ്മളിപ്പോ പഠിച്ചത് ബാങ്ക് അതായത് വ്യത്യസ്ത ബാങ്കുകളെ കുറിച്ചിട്ടാണ്, നമ്മുടെ വാണിജ്യ ബാങ്കുകളെ കുറിച്ചിട്ടാണ് പഠിച്ചത്. ഇനി ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളെ കുറിച്ചിട്ടാണ് നോക്കാനായിട്ട് പോകുന്നത്. അതായത് ബാങ്കിന്റെ പല ഫംഗ്ഷൻസുകളും ചെയ്യുന്ന സ്ഥാപനങ്ങൾ, എന്നാൽ അവരെ ബാങ്ക് എന്ന് വിളിക്കില്ല. അവരെന്താണ്? ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളായിരിക്കും. ഒരു ഫിനാൻസുകളൊക്കെ വരുന്നത് ഏതിലാണ്? അതായത് ഫിനാൻസ് നമ്മൾ പറയുന്ന ഇപ്പം മുത്തൂറ്റ് അതുപോലെയുള്ള ഫിനാൻസുകളൊക്കെ വരുന്നത് ഏതിലാണ്? ഈ ഒരു ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളിലാണ്. അതുപോലെ തന്നെ LIC, അതുപോലെ തന്നെ GIC, മ്യൂച്വൽ ഫണ്ട്സ്, അതൊക്കെ എന്താണ്? ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളാണ്. അതായത് പല പ്രവർത്തനങ്ങളും ബാങ്കുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പോലെ തോന്നും, പക്ഷെ എന്തല്ല, ഒരു ബാങ്ക് അല്ല. ബാങ്കിന്റെ എല്ലാ ഫെസിലിറ്റികളും അവിടെ കൊടുക്കുന്നുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ളവയൊക്കെയാണ് എന്ത്? ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന പോയിന്റ് ശ്രദ്ധിക്കാം. ബാങ്കിംഗ് രംഗത്ത് പ്രവർത്തിക്കുകയും എന്നാൽ ബാങ്കിന്റെ ചില ധർമ്മങ്ങൾ മാത്രം നിർവഹിക്കുകയും ചെയ്യുന്ന ധനകാര്യ സ്ഥാപനങ്ങളാണ് എന്തെന്ന് പറയുന്നത്? ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. ഇവരെന്ത് ചെയ്യുന്നില്ല? ജനങ്ങളിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് സമ്പാദ്യ നിക്ഷേപങ്ങളൊന്നും സ്വീകരിക്കില്ല. അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് അവിടുന്ന് പണമൊന്നും ചെക്ക് ഉപയോഗിച്ചിട്ട് പിൻവലിക്കാൻ സാധിക്കില്ല. ഇതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ജനങ്ങളിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡെപ്പോസിറ്റ് ആയിട്ട് സ്വീകരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ചെക്ക് ഉപയോഗിച്ചിട്ടൊന്നും ഫണ്ട് അല്ലെങ്കിൽ പണം പിൻവലിക്കാൻ പറ്റില്ല. അതാണ് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഇനി ഈ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതൊരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ, ഈ പുതിയ ടെക്സ്റ്റ് ബുക്ക് വരുന്നതിന് മുമ്പേ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഓപ്ഷനിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് നമ്മൾ പലപ്പോഴും അപ്പം ഇതൊന്നും അറിയാത്ത ആളെ സംബന്ധിച്ചിടത്തോളം അവരെന്താ ആലോചിക്കുക അല്ലെ, റിസർവ് ബാങ്ക് അല്ലേ എല്ലാ ബാങ്കിനൊക്കെ നിയന്ത്രിക്കുന്നത്, അപ്പൊ റിസർവ് ബാങ്ക് മാത്രമായിരിക്കും എന്ന് കരുതും. പക്ഷെ ശ്രദ്ധിക്കണം, ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഉണ്ട്. അതുപോലെ തന്നെ സെബി അഥവാ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ IRDA എന്ന് പറയുന്ന ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ നാഷണൽ ഹൗസിംഗ് ബാങ്ക്. ഇതൊക്കെയാണ് എന്തിനെ നിയന്ത്രിക്കുന്നത്? നമ്മുടെ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് പറഞ്ഞത്? RBI വരുന്നുണ്ട്, അതുപോലെ തന്നെ സെബി അല്ലെ. സെബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് അതിനൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? സെബി ആണ് അല്ലെ, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ്. അതുപോലെ തന്നെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് അവരെയൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് നാഷണൽ ഹൗസിംഗ് ബാങ്ക് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇവരൊക്കെയാണ് എന്ത് നിയന്ത്രിക്കുന്നത്? ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്നത്. ഓക്കെ, അപ്പൊ മാറിപ്പോകരുത്. RBI മാത്രമല്ല, ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളെ RBIയും SEBIയും അതുപോലെ തന്നെ IRDAയും നാഷണൽ ഹൗസിംഗ് ബാങ്ക് ഒക്കെയാണ് നിയന്ത്രിക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് ഓർത്തിരിക്കേണ്ട ഈ ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്കുള്ള ഉദാഹരണങ്ങളാണ്
അതിൽ ഇൻഷുറൻസ് കമ്പനികളുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടതാണ് LIC അല്ലെ. LIC എന്താണ്? ഒരു ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനമാണ്. അതുപോലെ തന്നെ GIC അല്ലെ, ജനറൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ്. അതും എന്താണ്? ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനമാണ്, ഇൻഷുറൻസിൽ വരുന്നതാണ്. പിന്നെ മ്യൂച്വൽ ഫണ്ട് വരുന്നുണ്ട് അല്ലെ, നമ്മൾ എപ്പോഴും പരസ്യത്തിൽ കേൾക്കുന്നതാണ് മ്യൂച്വൽ ഫണ്ട്. അതിനൊരു എക്സാമ്പിൾ ആണ് UTI എന്ന് പറയുന്നത് അല്ലെ, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. അതൊക്കെ എന്താണ്? ഒരു മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങളാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് നമ്മുടെ KSFE. KSFE ഒക്കെ എന്താണ്? ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനമാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്താണ്? ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളിൽ വരുന്നതാണ്. ഇവിടെ ഈ KSFEയുമായി ബന്ധപ്പെട്ട ഒരു ബോക്സിൽ കൊടുത്തിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്. ഈ KSFE രൂപീകരിച്ച വർഷമാണ് എന്താണ്? 1969 ആണ്. ഇതൊന്ന് പഠിച്ചു വെച്ചേക്കാം, ബോക്സിലാക്കിയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്, അപ്പൊ ചോദിക്കാൻ സാധ്യത ഉണ്ട്. 1969 എന്ത് രൂപീകരിച്ചിട്ടുള്ളത്? KSFE സ്ഥാപിച്ചിട്ടുള്ളത്. ഓക്കെ, KSFEയുടെ പ്രധാന ധർമ്മങ്ങൾ എന്തൊക്കെയാണ് അല്ലെ? മെയിൻ ആയിട്ട് നമുക്കറിയാം ചിട്ടികളാണ് അല്ലെ. അതിന് കൂടെ തന്നെ സ്വർണ്ണപ്പണയം വരുന്നുണ്ട്. അതുപോലെ തന്നെ വായ്പയായിട്ടും ബിസിനസ് വായ്പയായിട്ടും വാഹന വായ്പ, ഭവന വായ്പ, അതൊക്കെ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഈ KSFE പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഈ ഒരു കാര്യം ഓർത്ത് വെച്ചേക്കുക. KSFE സ്ഥാപിതമായ വർഷം ചോദിച്ചാൽ 1969 ആണ്. വളരെ പ്രധാനപ്പെട്ടതാണ്, ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യയിലെ വായ്പാ സ്രോതസ്സുകളെ കുറിച്ചിട്ടാണ് കേട്ടോ. അതായത് നമുക്ക് എവിടെ നിന്നൊക്കെയാണ് വായ്പ കിട്ടുന്നത്, ഏതൊക്കെ രീതിയിലാണ് വായ്പ കിട്ടുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ്. ഇതിൻ പ്രകാരം 2 രീതിയിലാണ് നമ്മുടെ വായ്പാ സ്രോതസ്സുകളെ തരംതിരിച്ചിട്ടുള്ളത്. അതായത് ഔപചാരിക വായ്പാ സ്രോതസ്സുകൾ എന്നും അനൗപചാരിക വായ്പാ സ്രോതസ്സുകൾ എന്നും 2 ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. എന്താണ് ഔപചാരിക വായ്പാ സ്രോതസ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? അതായത് ഒരു സ്ഥാപനത്തിന്റെ രൂപത്തില് നമുക്ക് അവിടെ പോയിട്ട് പണമൊക്കെ അല്ലെങ്കിൽ വായ്പയൊക്കെ കിട്ടുന്ന രീതിയാണെങ്കിൽ അതെന്തായിരിക്കും? ഔപചാരിക വായ്പാ സ്രോതസ്സുകളായിരിക്കും. എന്നാൽ അങ്ങനെയൊന്നും അല്ലാത്തൊരു സിസ്റ്റം ആണെങ്കിൽ അതെന്തായിരിക്കും? അനൗപചാരികം അല്ലെ. ആ ഒരു വേർഡിന്റെ ഓപ്പോസിറ്റ്, ഔപചാരികമായിട്ടുള്ളത് അനൗപചാരികമായിട്ടുള്ളത്. അപ്പൊ ഔപചാരികത്തിനുള്ള എക്സാമ്പിൾ ഏതൊക്കെയായിരിക്കും അല്ലെ? നമുക്കറിയാം ബാങ്കുകൾ വരുന്നുണ്ട് അല്ലെ, നമുക്ക് ബാങ്കിൽ പോയിട്ട് വായ്പ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ വരുന്നുണ്ട് അല്ലെ. ഇത് പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഫിനാൻസിലോ അല്ലെ, മുത്തൂറ്റ് ഫിനാൻസിലോ അങ്ങനെയുള്ള എന്തെങ്കിലും ഫിനാൻസിൽ പോയിട്ട് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? അല്ലെങ്കിൽ KSFE പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ പോയാലും നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? വായ്പ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും സ്വാശ്രയ സംഘങ്ങളായിട്ട് രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് എന്ത് കിട്ടുന്നുണ്ട്? വായ്പ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ മൈക്രോ ഫിനാൻസ് അല്ലെ, മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളുണ്ട് അല്ലെ. അതായത് ചെറിയ ചെറിയ എമൗണ്ട് ഒക്കെ ലോൺ ആയിട്ട് കൊടുക്കുന്ന മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളുണ്ട്. അവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും? വായ്പകൾ കിട്ടുന്നുണ്ട്. ഇതൊക്കെയാണ് ഔപചാരികമായിട്ടുള്ള വായ്പാ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. ജസ്റ്റ് നിങ്ങൾ ആലോചിച്ചാൽ മതി, അതൊരു സ്ഥാപനത്തിന്റെ രൂപത്തിലാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് വായ്പ കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ എന്താണ്? ഔപചാരികമായിട്ടുള്ള വായ്പാ സ്രോതസ്സുകളാണ്. എന്നാൽ ഇങ്ങനെ ഒരു സിസ്റ്റം അല്ലാത്തതാണെങ്കിൽ, പക്ഷെ അവിടെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? പണം കടമായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് അനൗപചാരിക വായ്പാ സ്രോതസ്സുകൾ എന്ന് പറയുന്നത് അല്ലെ. അതിൽ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏതൊക്കെയാ വരുന്നത്. എവിടുന്നൊക്കെ നമുക്ക് അങ്ങനെ ആ ഒരു രീതിയിൽ കിട്ടുക വായ്പ അല്ലെ? നമ്മുടെ ബന്ധുക്കളിൽ നിന്ന് അല്ലെ. ബന്ധുക്കൾ ഒരു സ്ഥാപനം ഒന്നല്ലല്ലോ അല്ലെ, ആളുകളിൽ നിന്ന് നമ്മൾ കടമായിട്ട് ചോദിക്കുന്നതാണ്. അവിടെ നമ്മളൊരു വായ്പയായിട്ട് എടുക്കുന്നതാണ് അല്ലെ. അതെന്താണ്? ബന്ധുക്കള്, അതുപോലെ തന്നെ സുഹൃത്തുക്കൾ, അതൊക്കെ എന്താണ്? അനൗപചാരികമായിട്ടുള്ള വായ്പാ സ്രോതസ്സുകളാണ്. അതുപോലെ തന്നെ പ്രാദേശികമായിട്ടുള്ള എന്തെങ്കിലും പണമിടപാടുകൾ അല്ലെ, അതായത് നമ്മുടെ ബ്ലേഡിനൊക്കെ ആൾക്കാർ പണം മേടിക്കാറുണ്ട് അല്ലെ, അല്ലെങ്കിൽ വേറെ രീതിയിലൊക്കെ ആളുകളുടെ കയ്യിൽ നിന്നൊക്കെ പണം മേടിക്കാറുണ്ട്. ഇതൊക്കെ എന്താണ്? ഈ പറഞ്ഞ പോലെ തന്നെ അനൗപചാരികമായിട്ടുള്ള വായ്പാ സ്രോതസ്സുകളാണ്. ഓക്കെ, ഇവിടെ ജസ്റ്റ് നിങ്ങൾ ആലോചിച്ചാൽ മതി, ഒരു സ്ഥാപനത്തിന്റെ രൂപത്തിൽ അവിടെ നിന്നൊക്കെ നമ്മൾ വായ്പ സ്വീകരിക്കുകയാണെങ്കിൽ അത് ഔപചാരികവും, അല്ലാത്തതൊക്കെ എന്തായിരിക്കും? അനൗപചാരികം. ഓക്കെ, വേണമെങ്കിൽ ചോദിക്കാം നമ്മുടെ ഒരു ബന്ധുക്കളിൽ നിന്ന് കടം മേടിക്കുന്നത് ഏത് വായ്പാ സ്രോതസ്സിൽ ഉൾപ്പെടുന്നത് ആണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? അനൗപചാരികമായിട്ടുള്ള വായ്പാ സ്രോതസ്സാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു റേഷ്യോ കുറിച്ചിട്ടാണ്. ഈ വായ്പയുമായി ബന്ധപ്പെട്ട് വായ്പ നിക്ഷേപ അനുപാതത്തെ കുറിച്ചിട്ടാണ്. വായ്പ നിക്ഷേപ അനുപാതത്തെ കുറിച്ചിട്ടാണ്, അഥവാ ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ എന്ന് പറയും അല്ലെ. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വായ്പയാണ്. ഡെപ്പോസിറ്റ് നിക്ഷേപം, റേഷ്യോ അനുപാതം അല്ലെ. അപ്പൊ വായ്പ നിക്ഷേപ അനുപാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ബാങ്കുകള് തങ്ങൾക്ക് ലഭിച്ച നിക്ഷേപത്തിന്റെ എത്ര ഭാഗം വായ്പയായി നൽകിയെന്ന് സൂചിപ്പിക്കുന്നതാണ് എന്ത്? വായ്പ നിക്ഷേപ അനുപാതം എന്ന് പറയുന്നത്. CDR എന്ന് പറയും. ഓക്കെ, CDR അല്ലെ. നമ്മൾ CRR എന്താന്ന് പഠിച്ചിട്ടുണ്ട്. ഇനി പഠിക്കാനുള്ളതാണ് CDR. CRR എന്തായിരുന്നു? ഒരു ബാങ്ക് ആ ബാങ്കിന് ലഭിച്ച മൊത്തം ഡെപ്പോസിറ്റിന്റെ ഒരു നിശ്ചിത ശതമാനം എവിടെ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നു? ഡെപ്പോസിറ്റ് ചെയ്യല്ല, റിസർവ് ചെയ്യുന്നു. RBI കൊണ്ടുപോയി റിസർവ് ചെയ്യുന്നു അല്ലെ. അങ്ങനെ റിസർവ് ചെയ്ത ശേഷമുള്ള ബാക്കിയുള്ള ഡെപ്പോസിറ്റ് ആണ് എന്ത് കൊടുക്കാറ്? വായ്പയായിട്ട് കൊടുക്കാറുള്ളത്. ആ ഒരു കൊടുക്കുന്ന ആ ഒരു റേഷ്യോയ്ക്ക് പറയുന്നതാണ് എന്ത്? വായ്പ നിക്ഷേപ അനുപാതം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? എന്താണ്? ബാങ്കുകൾ തങ്ങൾക്ക് ലഭിച്ച നിക്ഷേപത്തിന്റെ എത്ര ഭാഗം അല്ലെ, എത്ര ഭാഗം വായ്പയായി നൽകിയെന്ന് സൂചിപ്പിക്കുന്നതാണ് എന്ത്?
വായ്പാ നിക്ഷേപ അനുപാതം എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ ആരാണ് അതിന്റെ ഒരു ഇതൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരായിരിക്കും? നമ്മുടെ RBI തന്നെയാണ് അല്ലെ. RBI ആയിരിക്കും നിശ്ചയിക്കുക എത്ര പെർസെന്റേജിലാണെങ്കിൽ എത്ര റേഷ്യോയിലായിരിക്കണം ഇതൊക്കെ കൊടുക്കേണ്ടത് എന്നതൊക്കെ നിശ്ചയിക്കുന്നത് ആരാണ്? RBI ആണ്. അതുകൊണ്ടാണ് ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ആരാണ്? RBI ആണ്. ഓക്കെ, ഇനി ഉയർന്ന വായ്പാ നിക്ഷേപ അനുപാതം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? എന്തിനെയായിരിക്കും? നമ്മുടെ ഈ ഒരു CDR കൂടുതലാണെങ്കിൽ അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അതായത് കൂടുതൽ വായ്പ കൊടുത്തു എന്നതല്ലേ? അതായത് CDR കൂടുതലാണെങ്കിൽ അവിടെ എന്താണ്? കൂടുതൽ ആളുകൾക്ക് വായ്പ കൊടുത്തു എന്നതാണ് അല്ലെ. അപ്പൊ ഉയർന്ന വായ്പാ നിക്ഷേപ അനുപാതം സൂചിപ്പിക്കുന്നത് ബാങ്കുകൾ തങ്ങൾക്ക് ലഭിച്ച നിക്ഷേപത്തിന്റെ വലിയൊരു ഭാഗവും എന്തായിട്ട് കൊടുത്തു എന്നാണ്? വായ്പയായിട്ട് കൊടുത്തു എന്നതാണ്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ CDR അഥവാ ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? വായ്പാ നിക്ഷേപ അനുപാതമാണ്. അത് കൂടുതലാണെങ്കിൽ, ആ ഒരു റേറ്റ് കൂടുതലാണെങ്കിൽ എന്താ മനസ്സിലാക്കേണ്ടത്? ആ ഒരു ഡെപ്പോസിറ്റിലെ, അതായത് ആ ഡെപ്പോസിറ്റിന്റെ കൂടുതൽ ഭാഗവും എന്തായിട്ട് കൊടുത്തിട്ടുണ്ട്? വായ്പയായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പൊ ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോനെ കുറിച്ചിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് ബാങ്ക് ദേശസാൽക്കരണത്തെ കുറിച്ചിട്ടാണ്. അപ്പൊ ബാങ്ക് ദേശസാൽക്കരണവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് പഠിച്ചു വെച്ചേക്കണം. ഇതൊക്കെ സ്ഥിരം ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്കറിയില്ല 2 തവണയാണ് ബാങ്ക് ദേശസാൽക്കരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. 1969 ആദ്യമായിട്ട് ബാങ്ക് ദേശസാൽക്കരിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് എത്ര ബാങ്കുകളായിരുന്നു? 14 ബാങ്കുകളായിരുന്നു അല്ലെ. 14 ബാങ്കുകളായിരുന്നു ദേശസാൽക്കരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് 1980 വീണ്ടും ഒരു ബാങ്ക് ദേശസാൽക്കരണം നടത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് 6 ബാങ്കുകളായിരുന്നു ദേശസാൽക്കരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്കണം. ആദ്യമായിട്ട് ബാങ്ക് ദേശസാൽക്കരണം നടന്നത് എന്നാണ്? 1969 അല്ലെ. എത്ര ബാങ്കുകളായിരുന്നു? 14 ബാങ്കുകളിലായിരുന്നു അല്ലെ. 14 ബാങ്കുകളായിരുന്നു. അതുപോലെ തന്നെ 1980, ഓക്കെ, രണ്ടാമത് 1980 അന്ന് 6 ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ മൊത്തം നോക്കുകയാണെങ്കിൽ ശരിക്കും 20 ബാങ്കുകളായിരുന്നു. പക്ഷെ ഇപ്പൊ നിലവിൽ എത്ര ബാങ്കേ ഉള്ളൂ ദേശസാൽക്കരിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? നിലവിൽ 12 ഉള്ളൂ. ഓക്കെ, നമ്മൾ വിചാരിക്കും 69 14 ബാങ്ക് ഉണ്ട്, 80 6 ബാങ്കും ഉണ്ട്, അപ്പൊ മൊത്തം 20 ബാങ്ക് വരണ്ടേന്ന് വിചാരിക്കും. പക്ഷെ ഇപ്പൊ നിലവിൽ എത്ര നാഷണലൈസ്ഡ് ബാങ്കേ ഉള്ളൂ? 12 ഉള്ളൂ. അപ്പൊ ബാക്കിയുള്ളതൊക്കെ എവിടെ പോയി? ബാക്കിയുള്ളതൊക്കെ എങ്ങോട്ടാ പോയത്? എങ്ങോട്ടും പോയിട്ടില്ല. ബാങ്കുകൾ തമ്മിൽ എന്ത് ചെയ്തു? മെർജ് ചെയ്തിട്ട് എന്ത് ചെയ്തു? അല്ലെ, ഒന്നായിട്ട് മാറി അല്ലെ. പല ബാങ്കുകളും പല ബാങ്കുകളിലോട്ട് മെർജ് ചെയ്തിട്ട് ഇപ്പൊ നിലവിൽ എത്ര എണ്ണമായി കുറഞ്ഞു? 12 ബാങ്കായിട്ട് കുറഞ്ഞു. ഓക്കെ, അപ്പൊ ആ കാര്യം അവിടെ ഓർത്തു വെച്ചേക്കുക. അപ്പൊ ആദ്യമായിട്ട് ബാങ്ക് ദേശസാൽക്കരണം നടന്നത് 1969 14 ബാങ്കാണ് ദേശസാൽക്കരിച്ചത്. അതുപോലെ തന്നെ രണ്ടാമത് 1980 അന്ന് 6 ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചിട്ടുണ്ടായിരുന്നത്. മൊത്തം എത്രയാണ്? 20 ബാങ്കുകളായിരുന്നു അന്ന്. അത് ഈ ഒരു പോയിന്റ് ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. ഇപ്പൊ നിലവിൽ 12 ബാങ്കാണ് നമ്മുടെ നാഷണലൈസ്ഡ് ബാങ്ക് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഓർത്തിരിക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ്, ഇതും ചോദിക്കാൻ നല്ല സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇങ്ങനെ ഒരു ബാങ്ക് ദേശസാൽക്കരണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തായിരുന്നു? അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു ബാങ്ക് നാഷണലൈസേഷൻ ചെയ്യുന്നതിന്റെ പ്രധാന ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോന്നായിട്ട് പോയിന്റ് ആയിട്ട് പഠിക്കണം. ഒന്നാമത്തെ പോയിന്റ് ആണ് ഗ്രാമീണ മേഖലയില് ബാങ്കിങ് സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്നത് അല്ലെ. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും എന്ത് എത്തിയിട്ടുണ്ടായിരുന്നില്ല? ബാങ്കിങ് സേവനം ഒന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഗ്രാമീണ മേഖലയിലും കൂടിയിട്ട് അവരുടെ ആ ജനങ്ങൾക്കും കൂടി ഉപകാരപ്പെടുന്ന രീതിയിലാവണം എന്ന് കരുതിയിട്ടാണ് ഗ്രാമീണ മേഖലയിൽ ബാങ്കിങ് സൗകര്യങ്ങളൊക്കെ വികസിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതൊക്കെ ഇതിന്റെ പ്രധാന ലക്ഷ്യമായിരുന്നു. അതുപോലെ തന്നെ കർഷകർക്ക് കുറഞ്ഞ നിരക്കില് വായ്പ ലഭ്യമാക്കുക എന്ന് പറയുന്നതും എന്താണ്? ഈ ഒരു ദേശസാൽക്കരണത്തിന്റെ ഒരു ലക്ഷ്യമായിരുന്നു. ആർക്കായിരുന്നു? കർഷകർക്കാണ് അല്ലെ. അപ്പൊ കർഷകർക്ക് കുറഞ്ഞ നിരക്കില് വായ്പ ലഭ്യമാക്കുക എന്നത് എന്തായിരുന്നു? ഈ ഒരു ദേശസാൽക്കരണത്തിന്റെ പ്രധാന ഒരു ലക്ഷ്യമായിരുന്നു. അതുപോലെ തന്നെ വായ്പയുടെ നീതിപൂർവമായ വിതരണം ഉറപ്പുവരുത്തുക അല്ലെ. അപ്പൊ എന്താണ് നീതിപൂർവമായ വിതരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് വായ്പ ആവശ്യമുള്ള ആൾക്ക് തന്നെയാണ് കിട്ടുന്നത് എന്നത് എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട് അല്ലെ. ആവശ്യക്കാരന് ആവണം എന്താവേണ്ടത്? ഉപകാരപ്പെടുന്ന അല്ലെ. അതായത് ആവശ്യക്കാരൻ ആർക്കാണോ അവർക്കായിരിക്കണം എന്ത് കിട്ടേണ്ടത്? വായ്പ കിട്ടേണ്ടത്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണം? അതിന്റെ ഉറപ്പുവരുത്തലൊക്കെ സാധ്യമാക്കിയത് ഈ ഒരു ബാങ്ക് ദേശസാൽക്കരണത്തിലൂടെയായിരുന്നു. അതുപോലെ തന്നെ സാമ്പത്തിക ശക്തി ഏതാനും ജനങ്ങളിൽ കേന്ദ്രീകരിക്കുന്നത് തടയുക എന്നതും ഉണ്ടായിരുന്നു അല്ലെ. അതായത് കുറച്ച് ആളുകൾക്ക് മാത്രം കയ്യിൽ പണം ഉണ്ടാകുന്ന രീതി എന്ത് ചെയ്യുക? മാറ്റിയെടുക്കുക അല്ലെ. എല്ലാ ജനങ്ങളിലേക്കും അവരുടെ ആവശ്യങ്ങൾ നടക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് കിട്ടാത്ത ആളുകൾക്ക് വായ്പയായിട്ടൊക്കെ കൊടുക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ഈ ഒരു ദേശസാൽക്കരണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്.
അപ്പൊ ഇത്രയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്, ഈ ഒരു ബാങ്ക് ദേശസാൽക്കരണത്തിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. എന്തൊക്കെയാണ്? ഒന്ന്, ഗ്രാമീണ മേഖലയിൽ ബാങ്കിങ് സൗകര്യങ്ങളൊക്കെ വികസിപ്പിക്കുക. അതുപോലെ തന്നെ കർഷകർക്ക് എന്ത് ചെയ്യാം? കുറഞ്ഞ നിരക്കില് വായ്പ ലഭ്യമാക്കുക. വായ്പയുടെ നീതിപൂർവമായിട്ടുള്ള വിതരണം ഉറപ്പുവരുത്തുക. സാമ്പത്തിക ശക്തി ഏതാനും ജനങ്ങളിൽ എന്ത് ചെയ്യുക? കേന്ദ്രീകരിക്കുന്നതൊക്കെ തടയുക. ഇതൊക്കെയാണ് ബാങ്ക് ദേശസാൽക്കരണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളായിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് സഹകരണ ബാങ്കിങ്ങിനെ കുറിച്ചിട്ടാണ്. സഹകരണ ബാങ്കുകളെ കുറിച്ചിട്ടില്ലേ, നമ്മൾ മുന്നേ പഠിച്ച വാണിജ്യ ബാങ്കുകളുടെ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. മറ്റൊരു കാറ്റഗറിയാണ് ഇത് സഹകരണ ബാങ്ക് എന്ന് പറയുന്നത് അല്ലെ. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാന ഒരു പോയിന്റ് ആണ്, ഈ സഹകരണ ബാങ്കുകളൊക്കെ അവരുടെ ആ ഒരു ബാങ്കിന്റെ ഒക്കെ പ്രവർത്തനം എന്ത് തത്വത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ന് ചോദിച്ചാല് ഓർത്തു വെക്കണം, സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം. ഇതാണ് അവരുടെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കേട്ടോ. ഒരു സഹകരണ ബാങ്കിന്റെ ഒക്കെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം. ഓക്കെ, എന്താണ്? സഹകരണം, അതിനുശേഷം സ്വയം സഹായം, പരസ്പര സഹായം. ഈ ഒരു തത്വം അഥവാ ഈ ഒരു പ്രിൻസിപ്പിൾ അടിസ്ഥാനമാക്കിയിട്ടാണ് സഹകരണ ബാങ്കുകളൊക്കെ പ്രവർത്തിക്കുന്നത്. ഓക്കെ, ആ ഒരു കാര്യമാണ് ഇവിടെ ഓർത്തു വെക്കേണ്ടതായിട്ടുള്ളത്. ഇനി ഇവിടെ നമ്മൾക്ക് പഠിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു ബാങ്കാണ് കേരള ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, കേരള ബാങ്ക് നമുക്കറിയാം ഒരു സഹകരണ ബാങ്കാണ് ഇത് കേരള ബാങ്ക് എന്ന് പറയുന്നത് അല്ലെ. കേരളത്തിന് സ്വന്തമായിട്ടൊരു ബാങ്ക് എന്നൊരു ആശയത്തിൽ നിന്നാണ് നമ്മുടെ ഈ പറയുന്ന കേരള ബാങ്ക് ഒക്കെ രൂപീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു കേരള ബാങ്ക് രൂപീകരിക്കുന്നതിന് മുമ്പ് ശരിക്കും ആ ഒരു ഇതിന്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ അന്നൊന്നും കേരള ബാങ്ക് എന്ന പേരിലല്ല ഈ ഒരു ബാങ്ക് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഒരുപാട് ബാങ്ക് അത് മാറിയിട്ടാണ് പിന്നീട് ഇന്ന് 2019 ഈ കേരള ബാങ്ക് ആയിട്ട് മാറുന്നത്. അപ്പൊ അതിനു മുമ്പ് ആ ഒരു ബാങ്ക് രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ കൃത്യമായിട്ട് ബോക്സിലാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്, ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. അപ്പൊ നമുക്ക് നോക്കാം ജസ്റ്റ് ആ ഒരു കേരള ബാങ്കിന്റെ ഹിസ്റ്ററി എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഈ ഒരു കേരള ബാങ്ക് രൂപീകരിച്ചത് ആരുടെ കാലഘട്ടത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന്റെ കാലഘട്ടത്തിലാണ് അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് തിരുവിതാംകൂർ രാജാക്കന്മാരെയൊക്കെ കുറിച്ചിട്ട് അല്ലെ. അവിടെയുള്ള ഒരു വ്യക്തിയായിരുന്നു, രാജാവായിരുന്നു ആര്? ശ്രീമൂലം തിരുനാൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ശ്രീമൂലം തിരുനാളിന്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്നിട്ടുള്ളൊരു ആക്ട് ആയിരുന്നു ഏത്? 1914 തിരുവിതാംകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അഥവാ തിരുവിതാംകൂർ സഹകരണ ആക്ട് എന്ന് പറയുന്നത്. അതെന്നായിരുന്നു? 1914 ആ ഒരു നിയമം. ആ നിയമത്തിന്റെ ഭാഗമായിട്ട് 1915 ഒരു കേന്ദ്ര സഹകരണ ബാങ്ക് രജിസ്റ്റർ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? എന്താ പറഞ്ഞത്? ഇപ്പൊ ശ്രീമൂലം തിരുനാളിന്റെ കാലഘട്ടത്തില് ഒരു ആക്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ ആക്ട് ആയിരുന്നു എന്താ? 1914 തിരുവിതാംകൂർ സഹകരണ നിയമം എന്ന് പറയുന്നത്. ആ ഒരു നിയമത്തിന്റെ പുറത്ത് 1915 കേന്ദ്ര സഹകരണ ബാങ്ക് രജിസ്റ്റർ ചെയ്യുന്നത്. അങ്ങനെ അത് രജിസ്റ്റർ ചെയ്ത് തൊട്ടടുത്ത വർഷം 1916 ജനുവരി 18 എന്ത് ചെയ്തു? ഒരു ബാങ്ക് ആയിട്ട് പ്രവർത്തനം തുടങ്ങി. ഓക്കെ, അതിനുശേഷം 1966 എന്ത് ചെയ്തു? റിസർവ് ബാങ്ക് നമ്മുടെ RBI എന്ത് ചെയ്തു? അവരുടെ ഷെഡ്യൂളിൽ സെക്കൻഡ് ഷെഡ്യൂളിൽ ഈ ഒരു ബാങ്കിനെ ഉൾപ്പെടുത്തി. ഓക്കെ, അത് എന്നാണ്? 1966 ജൂലൈയിലാണ്. അതിനുശേഷം 2019 ഈ ഒരു പറഞ്ഞ ജില്ലാ സഹകരണ ബാങ്കുകളായിരുന്നു അത്. ആ ജില്ലാ സഹകരണ ബാങ്കുകൾ എല്ലാം കൂടി ഒരുമിച്ചും കൊണ്ട് ഇന്ന് കാണുന്ന കേരള ബാങ്ക് എന്ന ഒരു രൂപത്തിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ 1966 എന്ത് ചെയ്തു? റിസർവ് ബാങ്ക് അവരുടെ സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെട്ടു. പിന്നീട് 2019 എന്ത് ചെയ്തു? നമ്മുടെ കേരളത്തിലുള്ള 14 ജില്ലകളിൽ ഉണ്ടായിരുന്ന ജില്ലാ സഹകരണ ബാങ്കുകളുണ്ട്. ഈ സഹകരണ ബാങ്കുകൾ എല്ലാം കൂടി ചേർത്തും കൊണ്ടാണ് കേരള ബാങ്ക് രൂപീകരിക്കുന്നത്. അവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് 14 ജില്ലകൾ ഉണ്ടായിരുന്നില്ല, 14 ജില്ലകളല്ല, 13 ജില്ലാ സഹകരണ ബാങ്കുകളായിരുന്നു അതിലേക്ക് ഇങ്ങനെ ഒരു കേരള ബാങ്ക് രൂപീകരിക്കുന്നതിലേക്ക് അല്ലെങ്കിൽ മെർജ് ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ നിന്ന് വിട്ടുനിന്ന ഒരു ബാങ്ക് ആയിരുന്നു, ജില്ലാ സഹകരണ ബാങ്ക് ആയിരുന്നു മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം 14 ജില്ലകളില്ലേ, ആ 14 ജില്ലാ സഹകരണ ബാങ്കില് 13 മാത്രമായിരുന്നു ഇതിലേക്ക് കേരള ബാങ്കിലേക്ക് ലയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് എന്ത് ചെയ്തു? അതിൽ നിന്ന് വിട്ടുനിന്നു. അതുകൊണ്ടാണ് 13 ജില്ലാ സഹകരണ ബാങ്കുകൾ എല്ലാം കൂടി ചേർന്നിട്ടാണ് ഈ കേരള ബാങ്ക് രൂപീകരിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഹിസ്റ്ററി ഒന്ന് മനസ്സിലാക്കി വെക്കുക, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ആദ്യം എന്താണ്? ശ്രീമൂലം തിരുനാളിന്റെ കാലഘട്ടത്തിലാണ് ഈ സംഭവമൊക്കെ നടക്കുന്നത്. 1914 എന്ത് ആക്ട് ആയിരുന്നു? തിരുവിതാംകൂർ സഹകരണ നിയമം അല്ലെ കൊണ്ടുവരുന്നത്. ഈ ആക്ട് പ്രകാരം 1915 എന്ത് ചെയ്തു? ഒരു കേന്ദ്ര സഹകരണ ബാങ്ക് രജിസ്റ്റർ ചെയ്യുകയും 1916 അതൊരു ബാങ്കായിട്ട് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. പിന്നീട് എന്ത് ചെയ്തു? RBI അങ്ങോട്ട് അതിന് സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് 1966 ജൂലൈയിൽ എന്ത് ചെയ്തു? അവരുടെ സെക്കൻഡ് ഷെഡ്യൂളിൽ ആ ഒരു ബാങ്കിനെ ഉൾപ്പെടുത്തുകയുണ്ടായി. അങ്ങനെ ആ ബാങ്ക് അവിടെ പ്രവർത്തനം തുടങ്ങുകയാണ്. ആ ബാങ്ക് എങ്ങനെയാണ് പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത്?
ജില്ലാ സഹകരണ ബാങ്കുകളായിട്ടായിരുന്നു അല്ലെ. നമ്മുടെ 14 ജില്ലകളിലും 14 ജില്ലാ സഹകരണ ബാങ്കുകളുണ്ട്. അങ്ങനെ പിന്നീട് 2019 എന്ത് ചെയ്തു, ഈ പറഞ്ഞ 13 ജില്ലാ സഹകരണ ബാങ്കുകൾ എല്ലാം കൂടി ചേർന്നിട്ട് കേരള ബാങ്ക് ആയിട്ട് രൂപീകരിച്ചു. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് വിട്ടുനിന്ന ബാങ്ക് ആയിരുന്നു ഏത്, മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കാര്യം അവിടെ ഓർത്തു വെച്ചേക്കാം. ഇനി ഒരു ബാങ്കുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നതും കൂടി ഒന്ന് ഓർത്തു വെക്കുക. എന്തൊക്കെയായിരിക്കും? മികച്ച ബാങ്കിങ് സേവനങ്ങൾ കൊണ്ടുവരിക അല്ലെ, അതുപോലെ തന്നെ സാമ്പത്തിക ഉൾച്ചേർക്കൽ ഉറപ്പുവരുത്തുക, സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വികസനം ത്വരിതപ്പെടുത്തുക. ഇതൊക്കെയാണ് കേരള ബാങ്കിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കേരളത്തിന് സ്വന്തമായിട്ടൊരു ബാങ്ക് എന്നൊരു ആശയത്തിൽ നിന്നാണ് ഇങ്ങനെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വികസനമൊക്കെ ത്വരിതപ്പെടുത്തലും കൂടി എന്തിന്റെ ലക്ഷ്യമായിരുന്നു, ഈ പറഞ്ഞ കേരള ബാങ്കിന്റെ ലക്ഷ്യമായിരുന്നു. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം അവിടെ ഓർത്തു വെക്കുക. ഇനി നമ്മുടെ ഈ ബാങ്കിന്റെ ഓഹരികളെ കുറിച്ചിട്ടൊന്ന് ഓർത്തു വെക്കണം. ഈ ബാങ്കില് 40% കേരള ഗവൺമെന്റിനാണ് കേട്ടോ. 40% ഈ കേരള ബാങ്കിന്റെ 40% ആർക്കാണ്, നമ്മുടെ കേരള ഗവൺമെന്റിനാണ്. 30% ആർക്കുള്ളത്, ജില്ല, നമ്മൾ പറഞ്ഞല്ലോ ഈ 13 ജില്ലാ സഹകരണ ബാങ്കുകൾ ഉണ്ടല്ലോ, ഈ 13 ജില്ലാ സഹകരണ ബാങ്കിനുള്ളത്. ബാക്കിയുള്ള 30% മറ്റുള്ളവർക്കാണ് വരുന്നത്. അപ്പൊ ഇതായിരിക്കും അവരുടെ ആ ഒരു ഓഹരിയിൽ വരുന്നത് കേട്ടോ. മൊത്തം 100% അല്ലേ, അതിൽ 40% കേരള ഗവൺമെന്റിനുള്ളത്. 30% നമ്മൾ പറഞ്ഞ ജില്ലാ സഹകരണ ബാങ്കുകൾക്കും വരുന്നുണ്ട്. ബാക്കിയുള്ള ആളുകൾക്കാണ് 30% എന്ന് പറയുന്നത്. ഇതാണ് അവരുടെ ആ ഒരു ഓഹരി എന്ന് പറയുന്നത് കേരള ബാങ്കിന്റെ. അതും കൂടി ഒന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഇത്രയാണ് നമ്മുടെ കേരള ബാങ്കിനെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്. കേരള ബാങ്ക് എന്ന് പറയുന്നത് എന്തിൽ വരുന്നതാണ്, ഒരു സഹകരണ ബാങ്ക് ആണ്. നമ്മുടെ 13 ജില്ലാ സഹകരണ ബാങ്കുകളെ കൂടി ചേർത്തിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇത് കേരള ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ലാസ്റ്റ് ഭാഗത്തിലോട്ട് പോവുകയാണ്. ഇതും കൂടി കഴിഞ്ഞ് നമ്മുടെ ചാപ്റ്റർ തീരൂട്ടോ. അപ്പൊ അതും കൂടി എന്ത് ചെയ്യാം, പഠിക്കാം. അടുത്തത് ഇനി മൈക്രോ ഫിനാൻസിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് ക്ലാസ് കുറച്ച് ലെങ്തി ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ബ്രേക്ക് ഒക്കെ എടുത്തിട്ട് ക്ലാസ് കാണാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഒറ്റയടിക്ക് ക്ലാസ് ചിലപ്പം ബോറായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ 20 മിനിറ്റ് കൂടുമ്പോൾ ഒരു ബ്രേക്ക് എടുത്തിട്ട് അത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചത് അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ടാവില്ല, ഷോർട്ട് നോട്ടായിട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവില്ലോ, അതൊക്കെ നല്ല റിവൈസ് ചെയ്തിട്ട് വീണ്ടും എന്ത് ചെയ്യുക, ബാക്കിയുള്ള സമയം ബാക്കിയുള്ള ക്ലാസ്സും കൂടി കണ്ടിട്ട് ആ രീതിയിൽ പഠനം കൊണ്ടുപോവുക. മുഴുവനായിട്ട് ഇരുന്ന് കാണാന് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ബ്രേക്ക് എടുത്തിട്ട് ക്ലാസ് കണ്ട് തീർക്കാം. ഓക്കെ, ഇത് വളരെ പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ്. അതുകൊണ്ടാണ് ഓരോന്നും എടുത്തെടുത്ത് ഇങ്ങനെ പറയുന്നത്. പിന്നെ വരാൻ പോകുന്ന പരീക്ഷയിലൊക്കെ നമുക്ക് ഒരു മാർക്ക് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ഭാഗത്തിലോട്ട് പോകാം. മൈക്രോ ഫിനാൻസ് ആണ് കേട്ടോ. അപ്പൊ എന്താണ് മൈക്രോ ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എന്തിനാണ് മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്നത്? അതായത് പരമ്പരാഗത ബാങ്കിങ് സേവനങ്ങള് ലഭ്യമല്ലാത്ത താഴ്ന്ന വരുമാനത്തിൽപ്പെട്ട വ്യക്തികള്, കുടുംബങ്ങൾ, ബിസിനസ്സുകാർ എന്നിവർക്ക് സാമ്പത്തിക സേവനങ്ങൾ നൽകുക എന്നതാണ് എന്തിന്റെ ലക്ഷ്യം, മൈക്രോ ഫിനാൻസ് അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമുക്കറിയില്ല, ഇന്നിപ്പോ സാധാരണ ഒരു ബാങ്കിലോട്ട് പോയി കഴിഞ്ഞാൽ, ഒരു വായ്പയ്ക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ ഒരുപാട് ഡോക്യുമെന്റ്സ് ചോദിക്കും അല്ലെ. നമുക്ക് ഈ സമയത്തൊക്കെയാണ് നമ്മുടെ ഗവൺമെന്റ് ജോലിന്റെ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാവുക അല്ലെ. ഒരു സ്ഥിര ജോലി അല്ലെങ്കിൽ സ്ഥിര വരുമാനമുള്ള ആളുകൾക്കൊക്കെ പെട്ടെന്ന് വലിയ ഡോക്യുമെന്റ്സിന്റെ ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ലോൺ കിട്ടുന്നുണ്ട്. അപ്പൊ ബാക്കിയുള്ള ഒരു അൺഓർഗനൈസ്ഡ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ദിവസ കൂലിയുടെ അടിസ്ഥാനത്തിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ എന്താണ്, വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെയുള്ള പെട്ടെന്ന് ഒരു ബാങ്കിലൊക്കെ പോയിട്ട് ഒരു വായ്പ ലഭിക്കാന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ താഴ്ന്ന വരുമാനത്തിൽപ്പെട്ട വ്യക്തികളും അങ്ങനെയുള്ള കുടുംബങ്ങൾക്കും ബിസിനസ്സുകാർക്കും ചെറുകിട ബിസിനസ് ഒക്കെ നടത്തുന്ന ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ധനസഹായങ്ങൾ നൽകുന്ന ഒരു സ്ഥാപനങ്ങളാണ് ഇത് മൈക്രോ ഫിനാൻസുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, ഇതിലൂടെ ഒരു ദാരിദ്ര്യം കുറയ്ക്കുക. അതുപോലെ തന്നെ സ്ത്രീകൾക്കൊക്കെ ഇതിലൂടെ ഒരുപാട് വായ്പകളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ സ്ത്രീകളൊക്കെ അവരെ എന്ത് ചെയ്യുക, ശാക്തീകരിക്കുക, അവർക്ക് എന്തെങ്കിലുമൊക്കെ സംരംഭകത്വം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് അവരെ സഹായിക്കുക, ഇതിലൂടെ ഒരു തൊഴിൽ സൃഷ്ടിക്കുക അല്ലെ. അതിലൂടെ ഒക്കെ എന്ത് ചെയ്യാം, നമ്മുടെ ജീവിത നിലവാരമൊക്കെ ഉയർത്തി കൊണ്ടുവരാനായിട്ടൊക്കെ സാധിക്കും. ഇതൊക്കെയാണ് ഈ ഒരു മൈക്രോ ഫിനാൻസ് മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഇത് പഠിക്കണം കേട്ടോ. ഇതൊരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. ഇതൊക്കെ ഇനിയും വേണമെങ്കിൽ ചോദിക്കുക. ഇതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഈ മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായിട്ടുള്ളത് ഏത്, അങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇത് ആർക്കാണ് സാധാരണയായിട്ട് കൊടുക്കുന്നത് അല്ലെ, അതായത് ഈ ഒരു ബാങ്കിങ് സേവനങ്ങളൊക്കെ ലഭ്യമല്ലാത്ത ആളുകൾക്ക്, അതായത് താഴ്ന്ന വരുമാനത്തിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ കുടുംബങ്ങൾ, അതായത് താഴ്ന്ന വരുമാനത്തിലുള്ള കുടുംബങ്ങൾക്ക്, ചെറുകിട ബിസിനസ്സുകാർക്ക്, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ സാമ്പത്തികമായിട്ടുള്ള സഹായം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇത് മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ദാരിദ്ര്യം കുറയ്ക്കുക, സ്ത്രീകളെ എന്ത് ചെയ്യുക, ശാക്തീകരിക്കുക, സംരംഭകത്വമൊക്കെ പ്രോത്സാഹിപ്പിക്കുക, തൊഴിൽ സൃഷ്ടിക്കുക, അതുവഴി എന്ത് ചെയ്യാം, നമ്മുടെ ജീവിത നിലവാരമൊക്കെ മെച്ചപ്പെടുത്തുക. ഇതൊക്കെയാണ് അതിന്റെ ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്. ഇനി ഇവിടെ നമുക്ക് ഓർത്തിരിക്കേണ്ടത്, നമ്മുടെ മൈക്രോ ഫിനാൻസിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് 1983 നമ്മുടെ പ്രൊഫസർ മുഹമ്മദ് യൂനസ് സ്ഥാപിച്ച ഗ്രാമീൺ ബാങ്ക് അല്ലെ. എവിടെയാണ്, ബംഗ്ലാദേശിലാണ്. അദ്ദേഹം പ്രൊഫസർ മുഹമ്മദ്
യൂനസിലെ പാവങ്ങളുടെ ബാങ്കർ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. അതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പാവങ്ങളുടെ ബാങ്കർ എന്നറിയപ്പെടുന്നത് ആരാണ്? പാവങ്ങളുടെ ബാങ്കർ എന്നറിയപ്പെടുന്നത് മുഹമ്മദ് യൂനസ് ആണ്. അപ്പൊ അദ്ദേഹം എവിടെയാണ്? ബംഗ്ലാദേശ് ആണ്. അപ്പൊ ബംഗ്ലാദേശില് 1983 അദ്ദേഹമാണ് ഗ്രാമീൺ ബാങ്ക് ഒക്കെ സ്ഥാപിക്കുന്നത്. അതെന്താണ്? ഒരു മൈക്രോ ഫിനാൻസിന് ഉദാഹരണമാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ കുടുംബശ്രീ ഒക്കെ എന്താണ്? ഒരു മൈക്രോ ഫിനാൻസിന് ഉദാഹരണമാണ് അല്ലെ. കുടുംബശ്രീ എന്നാ രൂപീകരിച്ചിട്ടുള്ളത് 1998 മെയ് 17-നാണ് അല്ലെ. മെയ് 17-ന്. ഓക്കെ, അപ്പൊ മൈക്രോ ഫിനാൻസിന്റെ ഒരു ഉദാഹരണമാണ് ഈ പറഞ്ഞ നമ്മുടെ ഗ്രാമീൺ ബാങ്ക്. അതായത് നമ്മുടെ മുഹമ്മദ് യൂനസ് ഒക്കെ സ്ഥാപിച്ചിട്ടുള്ള ഗ്രാമീൺ ബാങ്ക് മൈക്രോ ഫിനാൻസിന്റെ ഒരു ഉദാഹരണമാണ്. അതുപോലെ തന്നെ കുടുംബശ്രീ എന്ന് പറയുന്നത്. ഈ കുടുംബശ്രീന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദാരിദ്ര്യ നിർമാർജനം, അതുപോലെ തന്നെ സ്ത്രീ ശാക്തീകരണം. ഇതാണ് പ്രധാനമായിട്ട് ലക്ഷ്യം വെച്ചിട്ടുള്ളത്. എന്താ ഈ കുടുംബശ്രീ എന്ന് പറയുന്നത് അല്ലെ. പലപ്പോഴും തെറ്റിപ്പോകാനുള്ള സാധ്യത ഉള്ളതാണ്. നമുക്കറിയാം സ്ത്രീ ശാക്തീകരണം എന്തായാലും ലക്ഷ്യം വെച്ചിട്ടുണ്ടാവും. ഈ ദാരിദ്ര്യ നിർമാർജനവും കുടുംബശ്രീയുടെ ലക്ഷ്യമാണോ എന്നൊരു ഡൗട്ട് വരാം. പക്ഷെ ഓർത്തിരിക്കണം, സ്ത്രീ ശാക്തീകരണത്തോടൊപ്പം തന്നെ ദാരിദ്ര്യ നിർമാർജനവും ലക്ഷ്യം വെച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇത് കുടുംബശ്രീ എന്ന് പറയുന്നത് അല്ലെ. കുടുംബശ്രീ എന്നാണ് 1998 മെയ് 17-നാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്താണ്? മൈക്രോ ഫിനാൻസിനുള്ള ഉദാഹരണങ്ങളാണ്. ഈ കുടുംബശ്രീന്റെ കുറച്ച് ടേമുകൾ ഉണ്ട്. നമ്മുടെ NHG അതുപോലെ തന്നെ SHG എന്ന് പറയും അല്ലെ. അയൽക്കൂട്ടം, അതുപോലെ തന്നെ സ്വയം സഹായ സംഘങ്ങൾ. ഇതിലൂടെയൊക്കെയാണ് അവരെന്ത് ചെയ്യുന്നത്? ഈ ചെറിയ ചെറിയ രീതിയിലുള്ള നിക്ഷേപങ്ങളൊക്കെ സ്വീകരിക്കുകയും അതുപോലെ ചെറിയ ചെറിയ വായ്പകളൊക്കെ കൊടുക്കുന്നത് ഈ അയൽക്കൂട്ടം വഴിയും അതുപോലെ തന്നെ സ്വയം സഹായ സംഘങ്ങൾ വഴിയൊക്കെയാണ്. അതൊക്കെ കുടുംബശ്രീയുടെ ഓരോരോ യൂണിറ്റുകളാണ്. അപ്പൊ ആ ഒരു കാര്യമൊക്കെ എന്ത് ചെയ്യുക? അവിടെ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ഒരു കാര്യം കൂടിയുണ്ട്. ജൻധൻ അക്കൗണ്ടിനെ കുറിച്ചിട്ടും കൂടി നോക്കാനുണ്ട്. അപ്പൊ എന്താണ് ജൻധൻ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അല്ലെ, എല്ലാവർക്കും അക്കൗണ്ട് എന്നൊരു ആശയത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇത് ജൻധൻ അക്കൗണ്ടിലെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു ഇത് ജൻധൻ അക്കൗണ്ട് എന്ന് പറയുന്നത് അല്ലെ. ഇതിന്റെ ഒരു പ്രധാന പ്രത്യേകത എന്തായിരുന്നു? പൂജ്യം അല്ലെ. അതായത് പൂജ്യം, മിനിമം ബാലൻസ് പൂജ്യം. അതായത് നമുക്ക് പ്രത്യേകിച്ച് എമൗണ്ട് ഒന്നും എന്തിനു വേണ്ട, ഈ ഒരു അക്കൗണ്ട് തുടങ്ങുന്നതിന് വേണ്ട അല്ലെ. നമുക്ക് സീറോ ബാലൻസ് വെച്ചിട്ട് തുടങ്ങാൻ പറ്റുന്ന ഒരു അക്കൗണ്ട് ആയിരുന്നു ഇത് ജൻധൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. അതായത് ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? എല്ലാ ആളുകൾക്കും അക്കൗണ്ട് ഉണ്ടാക്കുക എന്ന ലക്ഷ്യം ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു ഇത് ജൻധൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ കാര്യം കൂടി അവിടെ ഓർത്ത് വെക്കാം. ദെൻ ലാസ്റ്റ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. നമ്മുടെ ഡിജിറ്റൽ കറൻസിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ഇനി അങ്ങോട്ടേക്കില്ലേ ഡിജിറ്റൽ കറൻസികളുടെ ഒക്കെ ഒരു കാലം ആകാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. ഇനി വരുന്ന കാലങ്ങളിലൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ പേപ്പർ കറൻസികളൊന്നും നമുക്ക് കാണണമെന്നില്ല. പിന്നെ ഒരു ഡിജിറ്റൽ കറൻസിയുടെ രൂപത്തിലോട്ട് ആകും. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ടേമുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഇ വാലറ്റ്, നാഷണൽ ഫിനാൻസ് സ്വിച്ച്, ഇതൊക്കെ എന്താണ്? ഡിജിറ്റൽ കറൻസിയുമായി ബന്ധപ്പെട്ട ഓരോരോ ടേമുകളാണ്. അപ്പൊ ആ ഒരു കാര്യമൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഇതോട് കൂടിയിട്ട് നമ്മുടെ 10ാം ക്ലാസ്സിലെ എക്കണോമിക്സ് എന്ന് പറയുന്ന ഭാഗം തീർന്നിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് എന്ത് ചെയ്യുക? റിവൈസ് ചെയ്ത് കേട്ടിട്ടും കണ്ടിട്ടും ഒക്കെ പഠിക്കുക. ഷോർട്ട് നോട്ട് ഒക്കെ എഴുതിയിട്ട് എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, നല്ല രീതിയിൽ പഠിക്കണം. വളരെ പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉള്ള കാര്യമൊക്കെ എന്ത് ചെയ്യുക? അല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ പ്രയാസമുള്ള എന്തെങ്കിലും പോയിന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എപ്പോഴും ഷോർട്ട് നോട്ടിൽ എഴുതിയിട്ട് അതൊക്കെ ഇങ്ങനെ വരും ദിവസങ്ങളിലൊക്കെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കാം. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ അടുത്തൊരു ക്ലാസ് കാണുന്നവരെ താങ്ക് യു. അപ്പൊ ക്ലാസ്സുകളെ കുറിച്ചിട്ടുള്ള അഭിപ്രായമൊക്കെ താഴെ രേഖപ്പെടുത്തണം. നിങ്ങളുടെ റെസ്പോൺസിനനുസരിച്ചിട്ടായിരിക്കും വരുന്ന ക്ലാസ്സുകളൊക്കെ. ഓക്കെ, അപ്പം താങ്ക് യു.